السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وأصحابه الموفين عهده. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تتمنوا ما فضل الله به بعضكم على بعض، للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبن، واسألوا الله من فضله إن الله كان بكل شيء عليما. صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. وعلى أمة سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ വേദിക്ക് കണ്ണും കാതും തന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഭൂമി ലോകത്തേക്ക് മാനവകുലത്തിന്റെ വിജയത്തിനായി അല്ലാഹു അവതരിപ്പിച്ച പൂർണ്ണ വെളിച്ചത്തിന്റെ സമ്പൂർണ്ണ പ്രകാശത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നാം നടത്തുന്ന വിശുദ്ധ ഖുർആൻ പഞ്ചദിന പ്രഭാഷണം. അതിലെ രണ്ടാം ദിവസമായ ഇന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ സംവദിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം വിശുദ്ധ ഖുർആനിന്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തേറ്റവും കൂടുതൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. സ്ത്രീക്ക് ഇസ്ലാം മതിയായ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഇസ്ലാമിക മതത്തിന്റെ പുറത്തുള്ള മറ്റു മതവിശ്വാസികൾ, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എല്ലാവരും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനു നേരെ സ്ത്രീ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പല്ലിളിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കേണ്ടത്, ഇസ്ലാമിന്റെ അകത്തു തന്നെ ഉള്ള ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങൾ ഈ പാവപ്പെട്ട സഹോദരിമാരെ അടുക്കളപ്പുഴുക്കളാക്കി നിർത്തുകയാണ്. അവരെ രംഗത്തേക്ക് കൊണ്ടുവരണം, അവരെ പ്രവർത്തിപ്പിക്കണം, അവര് മത്സരിക്കണം, അവർ നാടുഭരിക്കണം, അവര് പള്ളിയിൽ വരണം, അവര് ഹുതുബയോദണം, അവര് പ്രസംഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ തനതായ ശൈലിയെ വികലമാക്കുന്ന ഒരു വിഭാഗവും. ഇങ്ങനെ പലരെയും നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി. ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന വാദം
ഈ വാദത്തെക്കുറിച്ച് നമുക്കെന്ത് പറയാനുണ്ട്? വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പ്രസംഗം, എന്റെ പ്രഭാഷണം അവസാനം വരെ കേട്ടെങ്കിലേ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. ഇവരവകാശപ്പെടുന്നത് പോലെയുള്ള സമത്വം വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്തിട്ടില്ലെന്നല്ല, ഈ ലോകത്ത് നടപ്പിലാകുന്ന കാര്യവുമല്ല. പ്രാക്ടിക്കലായത് മാത്രമേ ഖുർആൻ പറയൂ, പ്രാവർത്തികമാക്കുന്നതേ ഖുർആൻ പറയൂ, അല്ലാത്തത് വിശുദ്ധ ഖുർആൻ പറയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത്, സ്ത്രീ പുരുഷ സമത്വവാദം അസ്ഥാനത്താണെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. കാരണം ആണും പെണ്ണും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞാൽ പ്രകൃതി വച്ച നിയമത്തിന് എതിരാണിത്. കാരണം ഒരു വർഗം രണ്ടിനമായി എവിടെ തിരിഞ്ഞിട്ടുണ്ടോ ആ വസ്തുക്കളിലൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തികഞ്ഞ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വർഗം രണ്ടിനമായി തിരിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് കാണാം. എവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവിടെയെല്ലാം കാണാം. മനുഷ്യൻ എന്ന വർഗം രണ്ട് ഇനമായി തിരിയുകയാണ്. ആണും പെണ്ണും ഇങ്ങനെ രണ്ടിനമായി തിരിയുകയാണ്. വർഗം മനുഷ്യനാണ്, പക്ഷേ ഇനം രണ്ടെണ്ണമുണ്ട്. ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടിനമായി ഇവർ തിരിയുന്നു. പുരുഷലിംഗവും സ്ത്രീലിംഗവും ഇങ്ങനെ രണ്ടെണ്ണമായി ഇവർ തിരിയുകയാണ്. ഇങ്ങനെ ഒരു വർഗം രണ്ടിനമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഗ്രൂപ്പിനും അവരെ ബാധിക്കുന്ന സെപ്പറേറ്റ് ബാധ്യതകളുണ്ട്. ഒരു വർഗം എന്ന നിലക്ക് കൂട്ടുത്തരവാദത്തോടെ നിർവഹിക്കേണ്ട ബാധ്യതകളുമുണ്ട്. അതുപോലെ ഓരോരുത്തരെയും മാത്രം ബാധിക്കുന്നതുണ്ട്, അതവർ തന്നെ ചെയ്തു കൊള്ളണം. പുരുഷനോട് പറഞ്ഞ പണി പുരുഷൻ തന്നെ എടുത്തുകൊള്ളണം, സ്ത്രീയോട് പറഞ്ഞത് സ്ത്രീ തന്നെ എടുത്തുകൊള്ളണം. പുരുഷന്റേതിൽ സ്ത്രീ ഇടപെടരുത്, സ്ത്രീയുടേതിൽ പുരുഷനും ഇടപെടരുത്. അത് രണ്ടും അപകടമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതേസമയം മനുഷ്യൻ എന്ന നിലക്ക് രണ്ടു വിഭാഗവും ചെയ്യേണ്ടത് രണ്ടു കൂട്ടരും ചെയ്യുകയും വേണം. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീക്ക് പുരുഷനേക്കാളോ പുരുഷന് സ്ത്രീയെക്കാളോ സ്ഥാനമില്ല എന്നതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. ഞാൻ പറയുന്നത് നിരുപാധികം പുരുഷന് സ്ത്രീയേക്കാൾ മേൽക്കോയ്മയുണ്ടെന്നല്ല, ആ വാദത്തിന് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നല്ല, പ്രബുദ്ധരുടെ മുമ്പിൽ അത് പറഞ്ഞു സമർത്ഥിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് സ്ത്രീക്ക് പുരുഷനേക്കാൾ മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളുണ്ട്, പുരുഷന് സ്ത്രീയേക്കാൾ മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളുണ്ട്. രണ്ടു കൂട്ടർക്കുമുണ്ട്. ആ രണ്ടു കൂട്ടർക്കും ഉള്ളിടത്ത് അവർക്കത് ഏറ്റുവാങ്ങാം. അതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടൊരു വർഗം രണ്ടിനമായി തീർന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവിടെയൊക്കെ ഈ ഒരു പൊതു നിയമം കാണാൻ നിങ്ങൾക്ക് സാധ്യമാണ്. ഇതെല്ലാ വസ്തുക്കളിലുമുള്ളതാണ്. ഈ ഒരു രണ്ടിന സമ്പ്രദായം, രണ്ടിനമായി ആ വസ്തു തിരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന സമ്പ്രദായം എന്ന് പറയുന്നത് മനുഷ്യനിൽ മാത്രമല്ല, എല്ലാ വസ്തുക്കളിലുമുണ്ട്. അല്ലാഹു പറയുന്നു, വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ, വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ. എല്ലാ വസ്തുക്കളിൽ നിന്നും ഇനസമ്പ്രദായം സൃഷ്ടിച്ചവനാണ് ഞാൻ, ഉണ്ടാക്കിയവനാണ് ഞാൻ. എല്ലാ വസ്തുക്കളിലുമുണ്ട്. സസ്യങ്ങൾ എടുത്തു നോക്കൂ, ജീവികൾ എടുത്തു നോക്കൂ, മനുഷ്യരെ എടുത്തു നോക്കൂ. എത്രത്തോളം ഇന്നലെ ഞാൻ പറഞ്ഞ ജമാദാത്തില്ലേ, അചേതന വസ്തുക്കള്, ജീവനില്ലാത്ത വസ്തുക്കളിൽ വരെ ഇങ്ങനെ ഒരു ഇരട്ട സ്വഭാവം നിങ്ങൾക്ക് കാണാനും ദർശിക്കാനും സാധിക്കുന്നതാണ്. എവിടെയുമുണ്ട് ഇണതുണ വ്യവസ്ഥ. ഇണതുണ വ്യവസ്ഥ എല്ലാ വസ്തുക്കളിലുമുണ്ട്. അല്ലാഹുവല്ലാത്തത് മുഴുവനും ഇരട്ടയാണ്. ലോകത്ത് പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമേ ഏകനായുള്ളൂ, ഒറ്റപ്പെട്ടവൻ പടച്ചതമ്പുരാൻ മാത്രമാണ്. അല്ലാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു ആണിന് പെണ്ണ് ആണിനെ പോലെ രംഗത്തിറങ്ങണം, പെണ്ണ് ആണിന്റെ കൂടെ എത്താൻ വേണ്ടി ശ്രമിക്കണം, തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കണം, ഒപ്പത്തിനൊപ്പം എത്താൻ ഓടണം. സഹോദരിമാരെ, നിങ്ങൾക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന പള്ളിവാതിലുകൾ നിങ്ങൾ ചവിട്ടിപ്പൊളിക്കുമെന്ന് വെണ്ടക്ക നിരത്തി എഴുതാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ ഞാൻ കടന്നു വരുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് അല്ലാഹു പറയുന്നത് നോക്കൂ, നിങ്ങൾ
രാവും പകലും ഏതുപോലെ വ്യത്യസ്തമാണോ, നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളിൽ നിസ്കരിക്കുന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, നോമ്പ് നോൽക്കുന്നവരുണ്ട്, നോമ്പ് നോൽക്കാത്തവരുണ്ട്, കള്ളു കുടിക്കുന്നവനുണ്ട്, കുടിക്കാത്തവനുണ്ട്, ദൈവത്തെ അംഗീകരിക്കുന്നവരുണ്ട്, ദൈവനിഷേധികളുണ്ട്, യുക്തിക്ക് തീരുമാനം വിട്ടുകൊടുക്കുന്നവരുണ്ട്, അത് വിട്ടുകൊടുക്കാത്തവരുണ്ട്, ഇലാഹിനെ മാത്രം അംഗീകരിക്കുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് മുതലാളിയുണ്ട്, തൊഴിലാളിയുണ്ട്. നിങ്ങളിൽ ജോലിക്കാര് തന്നെ ദുന്യാവിന്റെ ജോലിയും വ്യത്യസ്തങ്ങളാണ്. നിങ്ങൾ ഒരാൾ പടവുകാരനായിരിക്കാം, മറ്റേയാൾ തെങ്ങുകാറുന്ന ജോലിയായിരിക്കാം, മറ്റൊരുത്തന് മറ്റൊരു ജോലിയായിരിക്കാം. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണ് എന്ന പ്രയോഗം, ഈ പ്രഖ്യാപനം അല്ലാഹു നടത്തുന്നതിന്റെ മുമ്പ് അല്ലാഹു സത്യം ചെയ്തത് വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. ഇവിടെയാണ് ഇതിന്റെ സൗന്ദര്യം പ്രകടമാകുന്നത്. നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ അല്ലാഹു അതിന് സത്യവാചകം കൊണ്ടുവരുന്നത് ഏതാ? സത്യവചനവും പ്രഖ്യാപിത വിഷയവുമായി അഭേദ്യ ബന്ധമുണ്ടാകും, എല്ലായിടങ്ങളിലും ഉണ്ട്. എന്താ ഇത് തമ്മിലുള്ള ബന്ധം? നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ രാവും പകലും ഏതുപോലെ വ്യത്യസ്തമാണോ, ആണും പെണ്ണും ഏതുപോലെ വ്യത്യസ്തമാണോ, അതേ രൂപത്തിൽ ഇന്ന സഅയകും ലശത്താ, ഇന്ന സഅയകും ലശത്താ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വല്ലൈലി ഇദാ യഗ്ശാ, ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രി സാക്ഷിയാണ്. വന്നഹാരി ഇദാ തജല്ലാ, വെളിച്ചം പരന്നു കിടക്കുന്ന പകൽ സാക്ഷിയാണ്. രണ്ടിന്റെയും വ്യത്യസ്തത പറഞ്ഞു. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, അല്ലാഹു സൃഷ്ടിച്ച ആണ് പെണ്ണ് സാക്ഷിയാണ്. അല്ലാഹു സൃഷ്ടിച്ച ആണ് പെണ്ണ് സാക്ഷിയാണ്. എന്താ വിഷയം? ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണ്. ഏതുപോലെ? രാവും പകലും വ്യത്യസ്തമായതുപോലെ. അതൊന്നാണെന്ന് ബുദ്ധിയുള്ളവർ പറയൂലല്ലോ. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, ആണും പെണ്ണും ഒന്നാണെന്ന് ബുദ്ധിയുള്ളവർ പറയോ? അവരുടെ ജോലികൾ വ്യത്യസ്തമല്ലേ? അതേ രൂപത്തില് നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയുണ്ടായി. എത്ര ഭംഗിയുള്ള പ്രയോഗം! ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വായിക്കേണ്ടത്. ഞാൻ വെറുതെ രാവും പകലും ഉദാഹരിച്ചതല്ല. രാവിനെയും പകലിനെയും അല്ലാഹു ഇക്കോലത്തിന് പരിചയപ്പെടുത്തിയിട്ട് ആ രാവിനോടും പകലിനോടും ഒട്ടിച്ചുകൊണ്ടാണ് ആണിനെയും പെണ്ണിനെയും അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ പണി ചെയ്യണം, എടുക്കണം, ദൗത്യം നിർവഹിക്കണം. ഇതാ നമുക്ക് പറയാനുള്ളത്. ആണും പെണ്ണും രണ്ടിനമാണ്. അതുകൊണ്ട് ആണിന്റെ പണി ആണെടുക്കട്ടെ, പെണ്ണിന്റെ പണി പെണ്ണെടുക്കട്ടെ. അത് ഓരോരുത്തരും എടുക്കേണ്ടത് എടുക്കുക തന്നെ വേണം. ആണ് പെണ്ണാകാനും പെണ്ണാണാകാനും കൊതിക്കാൻ പാടില്ല. അതാണ് തത്വം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്താണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്, സൂറത്തുൻ നിസായിലെ. നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്ത് ഞാൻ പറഞ്ഞല്ലോ, സൂറത്തുൽ ഖസസിലെ 71, 72 ആയത്താണ് നേരത്തെ പറഞ്ഞത്. സൂറത്തുൽ ഖസസിലെ 28 അധ്യായത്തിലെ 71, 72 വചനങ്ങളാണ് നേരത്തെ കേൾപ്പിച്ചു കഴിഞ്ഞത്. ഇതേ രൂപത്തിൽ സൂറത്തുൽ ലൈലിലെ വാക്ക് ഇനി അല്ലാഹു പറയുന്നു, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. ഇവിടെയാണ് അടിവരയിടേണ്ടത്. ഇങ്ങനെയാണ് എന്നതുകൊണ്ട് ഇനി ആണായി പടക്കപ്പെട്ടവൻ പെണ്ണാകാൻ മോഹിക്കാൻ പറ്റുമോ? പെണ്ണായി പടക്കപ്പെട്ടവൻ ആണാകാൻ മോഹിക്കാൻ പറ്റുമോ? പറ്റൂല. വലാ തതമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്, മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്, നിങ്ങളിൽ ചിലരെക്കാൾ ചില കാരണങ്ങളെ കൊണ്ട് അല്ലാഹു ആദരിച്ചു. ഈ കാരണം കൊണ്ട് ആണു പെണ്ണാകാനും പെണ്ണാണാകാനും കൊതിച്ചു പോകരുത്. ഖുർആൻ പറയുകയാണ്, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. ഇവിടെ ശ്രദ്ധിക്കണം, ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. വളരെ വ്യക്തമായ രൂപത്തില് പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ ആണുങ്ങളാകാൻ കൊതിക്കരുതെന്ന അർത്ഥമല്ല ഈ ആയത്തിനുള്ളത്. അതുമാത്രമല്ല ഈ ആയത്തിന്റെ അർത്ഥം, പെണ്ണുങ്ങൾ ആണുങ്ങളാകാനും കൊതിക്കരുത്, ആണ് പെണ്ണാകാനും കൊതിക്കരുത്. അല്ലെങ്കിൽ അല്ലാഹു ഇവിടെ പറയേണ്ടിയിരുന്നത് വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി അർരിജാല അലന്നിസാഇ എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ബഅദകും അലാ ബഅദ്, മനുഷ്യരെ നിങ്ങളിൽ ചിലരെക്കാൾ ആദരിച്ചു. അഥവാ പെണ്ണിനേക്കാൾ പുരുഷനെയും പുരുഷനേക്കാൾ പെണ്ണിനെയും ആദരിച്ചിട്ടുണ്ട്. ആ ഓരോ ആനുകൂല്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടാൻ ആഗ്രഹിക്കരുത്. പെണ്ണിന് ആനുകൂല്യം കിട്ടുമ്പോൾ ആണിന് തോന്നും പെണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആണിന്റെ ആനുകൂല്യം കാണുമ്പോൾ പെണ്ണിന് തോന്നും ഞാൻ ആണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയാൻ കാരണം. അതിന്റെ ബാക്കി എന്താണ്?
ലിർരിജാലി നസീബും മിമ്മ ഇക്തസബു. എന്തിന് നിങ്ങൾ കുണ്ഠിതപ്പെടണം? നിങ്ങൾ എന്തിന് ദുഃഖിക്കണം? ദൈവം തന്ന ലിംഗത്തിൽ നിങ്ങൾ സമാധാനം അടയണം, നിങ്ങൾ സായുജ്യരാവണം. നിങ്ങൾക്കൊരിക്കലും ആണായി സൃഷ്ടിച്ചവന് ഞാൻ പെണ്ണായിരുന്നെങ്കിൽ എന്ന് തോന്നരുത്. എന്താണ്? അള്ളാഹു തന്ന ലിംഗം പൊരുത്തപ്പെടണം. ഇതാ പറഞ്ഞത്. കാരണം ലിർരിജാലി നസീബും മിമ്മ ഇക്തസബു, പുരുഷന്മാർക്ക് അവര് ശ്രമിച്ചതിന്റെ ഭാഗം അവർക്ക് കിട്ടും. നിങ്ങളെ ചെയ്യാൻ ഏൽപ്പിച്ച പണി നിങ്ങൾ എടുക്കുക, അതിന്റെ ഊഴം നിങ്ങൾക്ക് കിട്ടും. വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബന. പെണ്ണുങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഊഴവും കിട്ടും, രണ്ടും കിട്ടുമല്ലോ. പിന്നെ എന്തിന് നിങ്ങൾ വിഷമിക്കണം? അതുകൊണ്ട് വസ്അലുല്ലാഹ മിൻ ഫദ്ലി, അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക. ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമില്ലാതെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക. ഏതു ലിംഗം തന്നാണോ സൃഷ്ടിച്ചത് ആ ലിംഗം പൊരുത്തപ്പെട്ട് ആ ഇനത്തോടൊപ്പം ഒട്ടിച്ചേർന്ന് ആ ഇനം ചെയ്യേണ്ട പണികൾ നിങ്ങൾ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ റോട്ടിലിറങ്ങേണ്ടവരല്ല, നിങ്ങൾ മുദ്രാവാക്യം മുഴക്കേണ്ടവരല്ല, നിങ്ങൾ പഞ്ചായത്ത് ഭരിക്കേണ്ടവരല്ല, നിങ്ങൾ മത്സരിക്കേണ്ടവരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെയൊക്കെ കർശനമായ ഭാഷയിൽ നിരോധിച്ചിരിക്കുകയാണ്, വിലക്കിയിരിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസംഗത്തിനിടയിൽ പറയാം. അതാണ് ഈ പറയുന്നത്. പെണ്ണാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞ പണി നിങ്ങൾ എടുക്കണം. ആണുങ്ങള് പെണ്ണുങ്ങളുടെ പണിയെടുക്കാൻ ആണുങ്ങളും പോകരുത്. രണ്ടു കൂട്ടരും അവനവന്റെ പണിയെടുക്കുക. അതേ പ്രാക്ടിക്കലാകുകയുള്ളൂ, അതേ നടപ്പിലാകൂ. നടപ്പിലാകുന്നതേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇന്നല്ലാഹ കാന ബികുല്ലി ശൈഇൻ അലീമ. അല്ലാഹുവിന് എല്ലാ കാര്യങ്ങളുടെയും നിജസ്ഥിതി അറിയുന്നവനാണ്. അവന് നിങ്ങൾക്ക് ഏതു ലിംഗമാണ് തരേണ്ടതെന്ന് അവൻ തീരുമാനിച്ചതാ. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നവനല്ലേ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഏതു ലിംഗമാണ് വേണ്ടത്. നിങ്ങളുടെ ചെറിയ പരിമിതമായ ബുദ്ധി വെച്ചളന്നാൽ നിങ്ങൾക്ക് ഇന്ന ലിംഗമാണ് യോജിപ്പ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് അപകടമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരോ ഒരാൾ പെണ്ണ ആണായി പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നു. ഈ ആണുങ്ങൾ പെണ്ണായിരുന്നുവെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം പടച്ച തമ്പുരാൻ ഇങ്ങനെ ലിംഗഭേദത്തോടുകൂടെ തന്നെ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ കൂട്ടുകാർ ചിന്തിക്കുക, ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് സ്ത്രീ ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈ പറഞ്ഞതിന്റെ താല്പര്യം ആണ് പെണ്ണാവാനും പെണ്ണാണാവാനും ആഗ്രഹിക്കരുതെന്നാണല്ലോ. ഈ ആയത്തിങ്ങനെ വായിച്ചപ്പോ എനിക്ക് തോന്നി, ഈ ആയത്ത് ഓതിയപ്പം ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നി, എന്താണ് തോന്നിയ ആശയമെന്നറിയോ? പടച്ചോനെ, പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആണുങ്ങളായെങ്കിൽ എന്ന് താല്പര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ലോകത്തേതെങ്കിലും ഒരാണിന് ഞാൻ പെണ്ണായിരുന്നെങ്കിൽ എന്ന് തോന്നുമോ എന്നിങ്ങനെ ചിന്തിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയത് ആനുകൂല്യങ്ങൾക്കനുസരിച്ചാണ് ആഗ്രഹം വരുന്നത്. ആനുകൂല്യം ഏതാണോ കിട്ടുന്നത്, ആർക്കാണോ കിട്ടുന്നത്, അതാവാൻ ആഗ്രഹിക്കും. അപ്പൊ നോക്കുമ്പോ ശരിയാ, നമുക്ക് എന്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെ നോക്കിയാൽ അറിയാം. ഒരു നാടൻ ഉദാഹരണം പറയാം. പ്രസവ വേദന അനുഭവിക്കുമ്പോൾ, പ്രസവ വേദനയിൽ പേറ്റുനോവിൽ പെടയുന്ന സഹോദരി ചിന്തിക്കൂലേ, ഞാൻ ആ മൂപ്പരായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സഹിക്കേണ്ടില്ലായിരുന്നല്ലോ എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അയാൾ ഇതിന്റെ വല്ല വിഷമം അറിഞ്ഞോ? ഇല്ല. ഞാൻ പുരുഷനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പേറ്റുനോവ് അനുഭവിക്കുന്ന സഹോദരി ഇത് കരുതുമെങ്കിൽ നൊന്ത് പ്രസവിച്ച് വേദനയൊക്കെ സഹിച്ചു പ്രസവം കഴിഞ്ഞ് കട്ടിലിൽ കിടന്ന് തിന്നുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും തോന്നൂല ഈ പണി കുഴപ്പമില്ലായിരുന്നു. അതാനുകൂല്യത്തിനനുസരിച്ചാണ്. വേദന വരുമ്പോ ആണായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അതേ സമയത്ത് തിന്നാൻ കിട്ടുമ്പം ഞാൻ പെണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സ്വാഭാവികമായി തോന്നിക്കൂടെ? ആനുകൂല്യത്തിനനുസരിച്ചാണ് ഇങ്ങനെ ആഗ്രഹം വരുന്നത്. അപരനായെങ്കിൽ എന്ന ഒരാഗ്രഹം നമുക്ക് വരുന്നത് ഇത് സ്വാഭാവികമാണ്. എന്റെ കൂട്ടുകാർ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെടുക. ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്നവരാണ്, കാര്യ നടത്തിപ്പുകാരാണ്, സ്ത്രീകളുടെ മേൽ ഭരണം നടത്തുന്നവരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോരുന്നവരാണ്. അതുകൊണ്ട് ഇവരിങ്ങനെയാണ്. എന്താ കാരണം? ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. എന്തേ സ്ത്രീകൾ ഭരണം നടത്താതിരുന്നത്? സ്ത്രീ ആ പണിക്ക് പറ്റൂല. ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ആദരിച്ചു. അതായത് ആ ഭാഗത്തോട്
ആ ഭാഗത്ത് പുരുഷന് മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ടാ വരുന്നത്. അപ്പോൾ ബാലഹും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റിജാൽ എന്നാണ്, പുരുഷരെന്നാണ്. പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ ആദരിച്ചു ഈ വിഷയത്തില്. അതുകൊണ്ടാണ്. അതേസമയം ഈ വാപ്പാക്ക് വല്ല നിലയും വിലയും ഉണ്ടോ? ചില ഘട്ടങ്ങളില് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടൊരു സഹാബി ഒന്ന് ചോദിച്ചില്ലേ, നബിയേ, ഞാൻ എന്റെ സഹവാസം ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് ആരോടാ? ഉമ്മ. സുഹൃത്ത് അങ്ങനെയല്ലേ പറഞ്ഞത്? ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. രണ്ടാമതും ചോദിച്ചു, നബിയെ, പിന്നെ ആരോടാ? ഉമ്മുക്ക, നിന്റെ ഉമ്മയാ. മൂന്നാമതും ചോദിച്ചു, പിന്നെ ആരോടാ? ഉമ്മുക്ക, മോനെ, നിന്റെ ഉമ്മ തന്നെയാ. കണ്ടോ നിങ്ങൾ, 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. അതേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നു, അൽ ജന്നതു തഹ്ത ഖുദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം ഉമ്മമാരുടെ കാൽ കീഴിലാണ്. അൽ ജന്നതു തഹ്ത ഖുദാമിൽ ആബാ എന്നല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ ചോദിക്കാം, അതെന്താ മുസ്ലിയാരെ അങ്ങനെ? റസൂലുള്ളാഹി പറഞ്ഞതിൽ ഒരു ചെറിയ വിഷമം, എന്റെയും ഓളയും കുട്ടിയല്ലേ, എന്നാ പിന്നെ അവൾക്കായിട്ട് അവളെ കാലടിയിലായിട്ട് സ്വർഗം കൊടുക്കാൻ പറ്റുമോ? അതാ പറഞ്ഞത്. ഇവിടെ പെണ്ണിനാ പവർ. കാരണം ആരാ കൂടുതൽ കഷ്ടപ്പെട്ടത്? ഓൽക്കാ പവർ കൊടുക്കേണ്ടത്. കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ പോറ്റുന്നതില്, ഗർഭം ചുമന്നതും പ്രസവിച്ചതും തുടർന്നുള്ള പരിപാലനത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് സഹിച്ചത് ഉമ്മയാ. അതുകൊണ്ടാണ് ഉമ്മാക്ക് കൊടുത്തത്. അതേസമയം വീട്ടിലെ ചെലവ് നടത്തുന്നതും അവിടുത്തെ കാര്യം നോക്കുന്നതും ഒക്കെ പുരുഷനാ. അവിടെ മേൽക്കോയ്മ പെണ്ണിന് വേണമെന്ന് പറയാൻ പാടില്ല. അവിടെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ തന്നെ ആയിട്ട് നിലകൊള്ളണം. ആർക്കാണോ നഷ്ടമുള്ളത് അവനാണ് പവർ കിട്ടേണ്ടത്. ആരാണോ അധ്വാനിക്കുന്നത് അവനാണ് സ്ഥാനവും പേരുമൊക്കെ കിട്ടേണ്ടത്. അവനാണ് കൊടുക്കുന്നത്. ഇതാണ് ഖുർആനിന്റെ ശൈലി. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഒരിക്കലും സഹോദരിമാരെ ഖുർആൻ അടിച്ചമർത്തി എന്ന ശൈലി ശരിയല്ല. ഖുർആൻ ഒരിക്കലും അവകാശങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ഒരു വലിയ വാക്ക് സ്വർണ്ണാൽ ആകലേഖനം ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ന് ആരുടെ മുമ്പിലും നമുക്ക് ആണത്തത്തോടെ പറഞ്ഞൂടെ, വലഹുന്ന മിസ്ലുമാ അലൈഹിന്ന. ഖുർആൻ പറഞ്ഞതല്ലേ, വലഹുന്ന മിസ്ലുമാ അലൈഹിന്ന. സ്ത്രീകൾക്ക് ബാധ്യതയുള്ളതുപോലെ അവകാശങ്ങളുമുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. വലഹുന്ന, അവർക്ക് കിട്ടാനുണ്ട്, അഥവാ അവകാശങ്ങളുണ്ട്. മിസ്ലുമാ അലൈഹിന്ന, അവര് കൊടുക്കാനുള്ളതുപോലെ. അവരുടെ മേൽ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഇങ്ങോട്ട് ചെയ്തു തരേണ്ട അവകാശങ്ങളും അവർക്കുണ്ട്. ബാധ്യത പോലെ അവകാശവും അവർക്കുണ്ട്. വലഹുന്ന മിസ്ലുമാ അലൈഹിൻ. എവിടെയും കുറഞ്ഞിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്ത്രീയും പുരുഷനും ഒപ്പത്തിനൊപ്പം തന്നെയാണ് പോകുന്നത്. പക്ഷേ ചില ഇടങ്ങളിൽ പുരുഷൻ പറയും കുറച്ച് പിന്നോട്ടിക്കണം, ഒപ്പത്തിനൊപ്പം വരരുത്. ചില സ്ഥലത്ത് സ്ത്രീയാണ് മുന്നിലേക്ക് കിടക്കുന്നത്. പുരുഷനോട് പറയും, ഞാനാ കഷ്ടപ്പെട്ടത്, പിന്നാലെ അവിടെ നിന്നോ. അങ്ങനെ തന്നെയാണ്. ഈ രൂപത്തിലാണ് പോകുന്നത്. സ്ത്രീ പുരുഷൻ, സ്ത്രീയും പുരുഷനും വ്യത്യസ്തങ്ങളാണ്. തികച്ചും വ്യത്യസ്ത റൂട്ടിലൂടെയാണ് രണ്ടുപേരും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ അർത്ഥം ഒരാൾക്ക് കൂടുതൽ പവർ, ഒരാൾക്ക് കൂടുതൽ പവർ ഇല്ല എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് പിഴക്കാനൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ സാധാരണഗതിയില് ശബ്ദിക്കുന്ന ആളുകള് സ്ത്രീ പുരുഷനോടൊപ്പം എത്തണം, ഓടി തളരണം. അവളോട് കഴിയാത്ത പണിയാ പറയുന്നത്. നാടു ഭരിക്കണം, പഞ്ചായത്ത് ഭരിക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ ഇവളോടൊപ്പം ഓടണം, തളരണം, കഷ്ടപ്പെടണം എന്ന് വാദിക്കുന്നവർ, സ്ത്രീ പുരുഷനൊപ്പം എത്തണമെന്ന് വാദിക്കുന്നവർ ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല ആണ് പെണ്ണിന്റെ കൂടെ എത്തണം. അതൊരു ന്യായമായ അവകാശല്ലേ? സ്ത്രീ ആണിനൊപ്പം എത്തണം. നാ പെണ്ണെടുക്കുന്ന പണി ആണെടുക്കട്ടെ. പെണ്ണൊന്ന് പ്രസവിച്ചില്ലേ, പറയണം സഹോദരിമാരെ. ഇങ്ങനെയുള്ള സഹോദരന്മാരോട് ഒന്ന് ചെയ്യാൻ പറ്റില്ലേ? ഇനി അടുത്ത് നിങ്ങൾ നോക്കി. എന്തുകൊണ്ട് ഇവർക്ക് സാധ്യമല്ല? എന്തുകൊണ്ട് ഇവർക്ക് സാധ്യമല്ല? അള്ളാഹു പറഞ്ഞതേ നടപ്പിലാകൂ. ചിന്തിക്കേണ്ടതാണ്. ഒന്ന് ഞാൻ പ്രസവിച്ചു, ഒന്ന് ഇനി നിങ്ങൾ പ്രസവിക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ നോക്കിക്കോളാം. ഈ നിലക്ക് പറയാൻ പറ്റുമോ? സ്ത്രീ പുരുഷനൊപ്പം എത്തണം എന്ന് പറയുന്നവർ പുരുഷൻ സ്ത്രീക്കൊപ്പം എത്തണം എന്ന് പറയുന്നില്ല. കാരണം നടക്കൂല. ഇതൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നവര് വാസ്തവത്തിൽ പലരും ആണുങ്ങളാണ് എന്നതുകൊണ്ടാണ്, വിഷയത്തിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ഇസ്ലാമിന് നേരെ കുതിര കയറുന്നത്. ഇതും കൂടെ ഞാൻ പറയട്ടെ. ഇത് പാവപ്പെട്ട സഹോദരിയെ പീഡിപ്പിക്കലല്ലേ? അവൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, എന്നിട്ട് ചെയ്യുന്നതും അവൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അവളെ പീഡിപ്പിക്കലല്ലേ? ഇതുകൊണ്ടാണ്
സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ആണും പെണ്ണും രണ്ടായിട്ട് പോകുന്ന സിസ്റ്റം. അതുകൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്ത ബാധ്യതകളുണ്ട്, ഓരോരുത്തർക്കും കൂറായ കാര്യങ്ങളുമുണ്ട്. രണ്ടുപേർക്കും കൂടെ കൂറായ കാര്യങ്ങള് ഏതാണത്? ഒരു മനുഷ്യൻ എന്ന നിലക്ക് ചെയ്യേണ്ട ദീനീ കാര്യങ്ങള് എല്ലാവരും ചെയ്യണം. നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പ് നോൽക്കണം. മനുഷ്യൻ എന്ന നിലക്ക് ആണും പെണ്ണും വേർതിരിക്കാതെ പറഞ്ഞ പണി രണ്ടു കൂട്ടരും ചെയ്തോളണം. അതേസമയം ആ വിശ്വാസപരമായ കാര്യങ്ങള്, ചില കർമ്മങ്ങള്, ഇതിലൊക്കെ എല്ലാവരും കൂറാൻ. അതേസമയം ചില കർമ്മങ്ങളിൽ അള്ളാഹു പ്രത്യേകം പറഞ്ഞു, ആണുങ്ങളെ വരാവൂ, നിസ്കരിക്കണം, പക്ഷേ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കരുത്, അത് നിങ്ങൾക്കില്ല. സഹോദരിമാരോട് പറഞ്ഞു. അള്ളാഹു പള്ളിയെ കുറിച്ച് പറഞ്ഞെടുത്ത് വളരെ വ്യക്തമായിട്ട് അള്ളാഹു തആല ആ കാര്യം പഠിപ്പിക്കുകയുണ്ടായി. പള്ളിയെ കുറിച്ച് പറഞ്ഞെടുത്ത് ആരാണ് പള്ളിയിലേക്ക് വരേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനില് അള്ളാഹു തന്നെ പഠിപ്പിക്കുകയുണ്ടായി. ലാ തകും ഫീഹി അബദൻ ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാൽ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. പടച്ച തമ്പുരാൻ അവന്റെ ഖുർആനിലൂടെ പറയാൻ, നിങ്ങൾ നബിയെ മുനാഫിക്കുകൾ എടുത്ത മസ്ജിദുൽ ഇറാറിൽ കയറി നിസ്കരിക്കരുത്, അതിന്റെ ഉദ്ഘാടനത്തിന് അങ്ങ് പോകരുത്. ലാ തകും ഫീഹി അബദ, നിങ്ങൾ ഒരിക്കലും അതിൽ നിസ്കരിക്കരുത്. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വ, തികഞ്ഞ ആത്മാർത്ഥതയില് തഖ്വയിൽ അടിക്കല്ലു പാകിയ പള്ളിയില്ലേ, മിൻ അവ്വലിയൗം, ആദ്യം മുതലേ തഖ്വയിൽ എടുത്ത പള്ളി, അഹഖു അൻ തഖൂമ ഫീഹി, ആ പള്ളിയിലാണ് നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ നല്ലതാണ്. ഫീഹി റിജാൽ, ഏതാണ് ആ പള്ളി? ആ പള്ളിയിൽ ആണുങ്ങളാണുള്ളത്, പുരുഷന്മാരാണുള്ളത്. യുഹിബ്ബൂന അൻ യതതഹറു, ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്ന, ശുചീകരണം ഇഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങൾ സഹോദരന്മാരാണ്, പുരുഷന്മാരാണ് അവിടെയുള്ളത്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ, അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇവിടെ കണ്ടോ ഫീഹി റിജാൽ എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ തഫ്സീറിൽ എല്ലാ മഹാന്മാരും പറയുന്നു, സർവ്വ മുഫസ്സിറുകളും എഴുതുന്നു, എന്തുകൊണ്ട് റിജാൽ എന്ന് പ്രത്യേകം പറഞ്ഞു, എന്തുകൊണ്ട് ഇവരെ മാത്രം പ്രത്യേകമാക്കി? കാരണം സ്ത്രീകൾക്ക് പള്ളിയുമായി യാതൊരു അവകാശവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പം പിന്നെ നിങ്ങൾ ഇപ്പണിക്ക് പോകരുത്. സഹോദരിമാർ ചിന്തിക്കണം. തൊബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, തൊബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാൻ, ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി സുഗന്ധവർദ്ധക വസ്തുക്കള്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അവള് കണ്ണാടിക്ക് മുമ്പിലിരുന്ന് മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്തെടുത്ത ഈ അണിഞ്ഞൊരുക്കത്തോടുകൂടെ ഇവള് പുറത്തേക്ക് അങ്ങ് ഇറങ്ങുമ്പോ പുറത്ത് കാണുന്നവർ ചോദിക്കാൻ, അവളോട് ചോദിക്കും, അയിനതു രീതീൻ, എങ്ങട്ടാ മോളെ ഇത്ര ഒരുങ്ങി പുറപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, പെണ്ണല്ലേ ഇങ്ങനെ പുറത്തു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്തായിരിക്കും? റസൂലുള്ളാഹി പറയാൻ, അവൾ പറയും, തഖൂലു, അവൾ പറയും, ഇന്നി അഊദു മരീള, ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഒരു രോഗിയുണ്ട്, പാത്തുമ്പത്താത്ത രോഗമായി കിടക്കുകയാണ്, അത് കാണാൻ പോകുകയാണ്. ഔ അശ്ഹദു ജനാസ, അല്ലെങ്കിൽ ഞാൻ ജനാസയിൽ പങ്കെടുക്കാൻ പോകുകയാണ്. ഔ ഉസല്ലി ഫീ മസ്ജിദ്, തൊബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലെങ്കിൽ ഇവൾ പറയുന്നു, ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുകയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് പുറത്തു പോകാൻ ന്യായമുണ്ടാക്കും സഹോദരിമാര്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് തുടർന്ന് പറയാൻ, വലാകിൻ മാ അബദത് ഇംറഅത്തുൻ റബ്ബഹാ മിസ്ല അൻ തഅബുദ ഫീ ബൈതിഹാ, ഇങ്ങനെ വെറുതെ ഇല്ലാത്ത ന്യായം പറയണ്ട. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണെന്ന് പറയണ്ട. മറ്റതിനെ രണ്ടും എതിർക്കാതെ ഇതിനെയാ എതിർക്കുന്നത്. വലാകിൻ ഒരൊറ്റ പെണ്ണും അവളുടെ രക്ഷിതാവിനെ അനുസരിച്ചിട്ടില്ല, ആരാധിച്ചിട്ടില്ല. തന്റെ വീട്ടിന്റെ അകത്തുളത്ത് വെച്ച് ചെയ്യുന്ന ഇബാദത്ത്, അത്ര പവറുള്ള ഇബാദത്ത് ഒരൊറ്റ പെൺകുട്ടിക്കും ഒരു പെണ്ണുക്കും ഇന്ന് വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. കണ്ടോ നിങ്ങള് എന്റെ സഹോദരിമാർ, എന്തിനാണ് നിങ്ങൾ ഈ നിസ്കാര കുപ്പായവും ഇട്ട് പള്ളിയിലേക്ക് പോകുന്നത്? അള്ളാഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ടോ?
റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിന് ഈ വേണ്ടാത്ത പണി? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ എടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, സ്ത്രീ ഒരിക്കലും ഈ ഭൂമിയിൽ ഒരിക്കലും അവഗണിക്കപ്പെട്ട ഒരു സാധനമല്ല. സ്ത്രീക്ക് പുരുഷനെ പോലെ നിലവാരമുണ്ട്. പക്ഷെ അവൾക്കുള്ളിടത്തെ അവളെ കാണാവൂ. പുരുഷൻ ഉള്ളിടത്തെ അവനെ കാണാവൂ. അവൻ അവകാശമില്ലാത്തിടത്ത് ആ പുരുഷനെ കണ്ടുകൂടാ. കാണുന്നത് അപകടമാണ്. രണ്ടുപേരും ശ്രദ്ധിക്കണം. സ്ത്രീ ഒരിക്കലും, ചിലരെങ്കിലും പറയാറുണ്ട്, സ്ത്രീകളെ അടുക്കള പുഴുക്കളാക്കി വെക്കുന്നു. എവിടെയാണ് സുഹൃത്തെ? സ്ത്രീയും പുരുഷനും എവിടെ കിടക്കുന്നു? ആണിന്റെ പുരുഷന്റെ പരിപാടി മുഴുവനും പുറത്താ, സ്ത്രീയുടെ പരിപാടി മുഴുവനും അകത്താണ്. എന്താ ഇതുകൊണ്ടുള്ളത് എന്നറിയോ? ഒരു പുരുഷനാണെങ്കിൽ അവൻ ബന്ധപ്പെടുന്നത് വളരെ രണ്ടാം കിട വസ്തുക്കളുമായിട്ടാണ്. അതേസമയം സഹോദരി ബന്ധപ്പെടുന്നതോ അവളെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ അത്യുത്കൃഷ്ട വസ്തുവുമായിട്ടാണ്, അത്യുന്നത സാധനവുമായിട്ടാണ്. കാരണം കർഷകനായ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചിന്തിക്കണം. നിങ്ങളുടെ കർഷകനായ ഭർത്താവ്, നിങ്ങളുടെ കർഷകനായ ഉപ്പ, നിങ്ങളുടെ കർഷകനായ മകൻ ആരോടാ ബന്ധപ്പെടുന്നത്? നേരം വെളുത്താൽ അവൻ ബന്ധപ്പെടുന്നത് വളത്തോടാണ്, ഭൂമിയോടാണ്, മൃഗങ്ങളോടാണ്. അതേസമയം ഇവന്റെ വീട്ടിലുള്ള ഭാര്യ ബന്ധപ്പെടുന്നതോ അവൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് അല്ലാഹു ഏറ്റവും ആദരിച്ച വലഖദ് കറംനാ ബനീ ആദം എന്ന് പറഞ്ഞ സാധനവുമായിട്ടാണ്, മനുഷ്യരുമായിട്ടാണ്. ഭർത്താവ് എന്ന നിലക്കോ, മക്കളെന്ന നിലക്കോ, അമ്മോശൻ കാക്ക എന്ന നിലക്കോ, അമ്മായിയുമ്മ എന്ന നിലക്കോ, വാപ്പ എന്ന നിലക്കോ, ഉമ്മ എന്ന നിലക്കോ, അല്ലെങ്കിൽ മക്കൾ എന്ന നിലക്കോ, സഹോദരി എന്ന നിലക്കോ ഈ വീട്ടിലുള്ളവരെ പരിചരിക്കലാണ് ഇവരുടെ പണി. അപ്പോൾ ചുരുക്കത്തില് ആ മനുഷ്യനെ പരിചരിക്കലാണ് സഹോദരിയുടെ പണിയെങ്കിൽ അവൾ ബന്ധപ്പെടുന്നത് ലോകത്തേറ്റവും ഉത്തമമായ വസ്തുവുമായിട്ടാണ്, മനുഷ്യനുമായിട്ടാണ്. അവൻ ലോകത്തേറ്റവും ഉത്കൃഷ്ടനുമാണ്. അതുകൊണ്ട് ഇവിടെ ബന്ധപ്പെടുന്നിടത്ത് നോക്കുക നിങ്ങൾ, ഇവരുടെ ബന്ധം എപ്പോഴും നല്ല വസ്തുവിനോടാണ്, അല്ലാഹു ആദരിച്ച വസ്തുവിനോടാണ്. നമ്മൾ രണ്ടാം കിട വസ്തുവിനോടാണ് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, മനുഷ്യരുടെ കുട്ടിക്കാലത്ത് ഈ കുട്ടികളെ നന്നായി പരിപാലിക്കണം. പ്രധാന ഡ്യൂട്ടി കുട്ടികളെ നോക്കലാണല്ലോ. ഈ കുട്ടികളെ പരിപാലിക്കുന്നിടത്ത് അവർ കുട്ടിക്കാലം മനുഷ്യരില് അല്പം കൂടുതലുമാണ്. മറ്റു മൃഗങ്ങളിലുള്ളതുപോലെയല്ല. പെട്ടെന്ന് കുട്ടി എഴുന്നേറ്റ് നടക്കാനും ഓടാനും സ്വന്തം കാലം നിൽക്കാനുമാകില്ല. കാലങ്ങളോളം, വർഷങ്ങളോളം അവന്റെ കൂടെ നിൽക്കണം. 10-15 വയസ്സ് വരെ ഉമ്മാനെ തന്നെ വേണ്ടിവരും. ചുരുങ്ങിയത് ഒരു 7 വയസ്സ് വരെ തന്നെയെങ്കിലും ഉമ്മയില്ലാത്ത ജീവിതം ഒരു പിഞ്ചു പൈതലിന് ഓർക്കാൻ കഴിയാത്തതായിരിക്കും. എങ്കിൽ ഇത്രയും നീണ്ട കാലയളവ് കിട്ടുമ്പം ഈ സഹോദരിക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഈ വസ്തുവുമായുള്ള ബന്ധം അധികരിക്കുകയാണ്, പെരുകുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവൾ പണിയെടുക്കേണ്ടവളാണ്. ഈ പണി വിട്ട് നാട് ഭരിക്കണമെന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് ഭരിക്കണമെന്ന് പറഞ്ഞാൽ, മക്കളെ നോക്കാൻ വേലക്കാരിയെ വെച്ചാൽ ഒരു പക്ഷേ അവൾ വിശ്വസ്തയായിരിക്കാം, വേലക്കാരി വിശ്വസ്തയായിരിക്കാം. അവൾ പറയുന്നത്, അവൾ നിന്റെ ആത്മാർത്ഥമായി പണിയെടുത്തേക്കാം, നിന്റെ മക്കളെ പരിപാലിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, മാതൃസ്നേഹം എന്ന് പറയുന്ന കിട്ടാക്കനി അത് നിന്റെ അമ്മിഞ്ഞപ്പാലിൽ തന്നെയാണ്, നിന്റെ അടുത്തു തന്നെയാണ്. അതുകൊണ്ട് സഹോദരി, നിന്റെ മക്കൾ ആരാൻ ഇട്ടുകൊടുത്ത നീ പഞ്ചായത്തിൽ പോകരുത്, നീ റോഡ് നന്നാക്കാൻ പോകരുത്, നീ പ്രസംഗിക്കാൻ പോകരുത്, നീ നിന്റെ മക്കളെ നോക്കിക്കൂടണം. അതാണ് വേണ്ടത് എന്ന് സഹോദരന്മാര് ചിന്തിക്കുക. ഇവൻ മനുഷ്യർ ചെയ്യേണ്ടത്, ഈ ഒരു മനുഷ്യ കുഞ്ഞ് ചെയ്യേണ്ടത് ഉമ്മയോടൊപ്പം, ഉപ്പയോടൊപ്പം, വല്ലിമ്മയോടൊപ്പം, വല്ലിപ്പയോടൊപ്പം, മക്കളോടൊപ്പം, പേരമക്കളോടൊപ്പം, ജ്യേഷ്ഠാനുജന്മാരോടൊപ്പം കൂടി ജീവിക്കട്ടെ ഇവൻ. അതാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് അതാണ്, കൂടി ജീവിക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെത്തുന്നു, അവരുടെ മക്കൾ പേരമക്കളെത്തുന്നു. ഇങ്ങനെ ഖുർആൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു തറവാടാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടത് എന്ന് അതിലേക്ക് ഈ ആയത്ത് സൂചന നൽകുന്നുണ്ട് എന്ന കാര്യവും കൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അറിയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, എന്നാൽ പെണ്ണ് ചെയ്യേണ്ടതിന് പുറമെ, പെണ്ണ് ചെയ്യേണ്ടതൊക്കെ അവൾ ചെയ്യുന്നുണ്ട്, അതിനു പുറമെ അവൾക്ക് എന്തുകൊണ്ട് ഈ പുരുഷനെ സഹായിച്ചുകൂടെ? ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിയില്ല, സാധിക്കില്ല. നടക്കാത്തത് എന്തിനു പറയണം?
പെണ്ണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടോക്ക് പഞ്ചായത്ത് പോകാൻ കഴിയോ? അവക്ക് പള്ളിയിൽ പോകാൻ കഴിയോ? കഴിയില്ല. അപകടമാണ്. ഈ ചെറിയ കുഞ്ഞുള്ള പെണ്ണ് എങ്ങനെ ജുമാക്ക് പോകും? ചോദ്യം തന്നെയാണ്. ഇതിനൊന്നും നല്ല ഒരു ഉത്തരം പറയാൻ, പലപ്പോഴും യുക്തിപരമായ ഒരു ഉത്തരം പറയാൻ ഇവിടെയുള്ള നവീന ചിന്താഗതിക്കാർക്കാവില്ല, വ്യതിയാന ചിന്താഗതിക്കാർക്ക് കഴിയില്ല. ഉറപ്പാണ് ഈ കാര്യം. കാരണം ഖുർആനിനെതിരെയാണ് ഈ നീക്കം, ഹദീസിന് വിരുദ്ധമായാണ് ഈ നീക്കം, ഈ വാദവും. അതുകൊണ്ട് ഇതിനൊന്നും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പള്ളിയിൽ പോകാനല്ല, നിങ്ങൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനല്ല, നിങ്ങൾ പരപുരുഷന്മാർ ഒത്തുകൂടിയ സദസ്സിൽ നിങ്ങൾ പരസ്യമായി ചെന്നിരിക്കേണ്ടവരല്ല, നിങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങേണ്ടവരല്ല, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കൂടേണ്ടവരാണ്. ഖുർആൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേൾക്കുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അതല്ലേ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറഞ്ഞത്, എന്റെ പെങ്ങന്മാരോട് പറഞ്ഞത് ഇതല്ലേ? ഇത് നിങ്ങൾക്ക് മറക്കാൻ പറ്റോ? അല്ലാഹു പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന, എന്റെ പെങ്ങന്മാരെ, സഹോദരിമാരെ, എന്റെ അടിയാത്തികളെ, നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ ഒതുങ്ങിക്കൂടണം. ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കണം നിങ്ങൾ. വലാ തബറജ തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വിവരമില്ലാത്ത ആ കൂട്ടുകാർ ഇറങ്ങിയതുപോലെ, ആ കൂട്ടുകാരികൾ അടിച്ചുപൊളിച്ചിറങ്ങിയതുപോലെ, ജാഹിലിയ്യ കാലത്ത് അടിച്ചുപൊളിച്ചിറങ്ങിയതുപോലെ നിങ്ങൾ ചമഞ്ഞൊരുങ്ങി പുറപ്പെടരുത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ ആയത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, എന്താ നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് പോകാൻ അനുമതിയില്ല. അതുകൊണ്ട് സഹോദരിമാർ നിൽക്കേണ്ടടത്തു നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പള്ളിയിൽ പോകാൻ നമുക്ക് ചാൻസ് കാണുന്നില്ല. ഇനി ഈ സ്ത്രീയെ വീട്ടിന്റെ അകത്തിട്ട് ഒന്നിനും കൊള്ളരുതാത്ത അവഗണിക്കുന്ന ഒരു സാധനമാക്കുന്നു എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരായത്തോതാം. അത് ഏതെങ്കിലും വ്യതിയാന ചിന്താഗതിക്കാരായ മൗലവിമാരോ അല്ലെങ്കിൽ മൗലവിച്ചികളോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിഷ്പക്ഷമായി ചിന്തിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ. അള്ളാഹു സ്വർഗത്തിലെ പെണ്ണുങ്ങളെ വർണ്ണിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് കാണാം, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. തമ്പിനുള്ളിൽ മറക്കുള്ളിൽ മറച്ചു വെച്ച പെണ്ണുങ്ങളുണ്ട്. ഞാൻ ന്യായമായി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, അള്ളാഹു ഇത് പെണ്ണിന്റെ പവർ പറയാനോ അതോ പെണ്ണിനെ മോശാക്കാനോ അള്ളാഹു ഇത് പറഞ്ഞത്? ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, നല്ല പെണ്ണുങ്ങളുണ്ട് അവിടെ എന്ന് പറഞ്ഞതിന്റെ പിന്നിലാണ് ഇത് പറയുന്നത്. അവരുടെ പവറായിട്ടാണ് അള്ളാഹു അവകാശപ്പെടുന്നത്. മറക്കുള്ളിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് എന്ന് പറയുമ്പോ മറക്കുള്ളിലിരിക്കൽ പെണ്ണിന് സൗന്ദര്യമാണ്, പെണ്ണിന് സൗന്ദര്യമാണ്. ാണ് പറയുന്നത്, ഞാൻ പറയുകയല്ല. ഈ ആയത്തിന്റെ സ്വഭാവം കണ്ടപ്പം തന്നെ എനിക്ക് തോന്നി ഇതിലിങ്ങനെ ഒരു വ്യക്തമായ വിളിയുണ്ടല്ലോ. പെണ്ണിന് സൗന്ദര്യം അകത്തളത്തിരിക്കലാണ്, വീട്ടിന്റെ അകത്തളത്തൊതുങ്ങലാണ് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ടല്ലോ. കാരണം പെണ്ണിനെ മദ്ഹ് ചെയ്യുന്ന മക്കാമില്, മദ്ഹ് ചെയ്യുന്ന സ്ഥാനത്താണല്ലോ അള്ളാഹു ഇത് പറയുന്നത്. ദമ്മ് ചെയ്യുകയല്ല, ആക്ഷേപിക്കുകയല്ല, പെണ്ണിനെ പുകഴ്ത്തി പറയുന്നത് പറഞ്ഞത്. തഫ്സീറുകൾ പരതിയപ്പം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ബഹറുൽ മുഹീത്തില് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്ത് നമ്മളോട് വിളിച്ചു പറയുന്നു, എന്താ? ബി അന്ന ഖറാറഹുന്ന ഫീ ബുയൂതിഹുന്ന അഫ്ദലു ലഹുന്ന, അവർ അവരുടെ വീട്ടിലിരിക്കലാണ്, പെണ്ണുങ്ങള് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടലാണ് ഏറ്റവും നല്ലത് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. ചോദിക്കട്ടെ, ഞാൻ നിഷ്പക്ഷമായി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഇതിന് ഉദാഹരണം പറയാറുണ്ട്. നമ്മുടെ പഴയ പണ്ഡിതന്മാരൊക്കെ ഉള്ളിൽ വെക്കുന്നതൊക്കെ മോശപ്പെട്ടതല്ല ഉദാഹരണം പറയാറുള്ളത് പലപ്പോഴും സ്വർണത്തിന്റെ ഉദാഹരണമാണ്. അത് ആയത്തുകൊണ്ട് തന്നെ തെളിയുന്നു എന്നാ ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാര് പഴയ കാലത്ത് ഉസ്താദുമാർ ഉദാഹരണം പറഞ്ഞു തരാറുണ്ട്. സ്വർണം പോലെയാണ്. നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് നോക്കൂ, ജ്വല്ലറിയിലേക്ക്. ഒരു ചെയിന് കിട്ടണം. എന്നാ ജ്വല്ലറിക്ക് പ്രത്യേകിച്ചു അലമാരിയിൽ പെട്ടെന്ന് ഒരു കാണും. പഴയ കാലത്തൊക്കെ അലമാരി ആദ്യം തുറക്കും, എന്നിട്ട് അതിന്റെ ഉള്ളിൽ പെട്ടിയെടുക്കും. ആ പെട്ടിന്റെ ഉള്ളിൽ വേറൊരു പെട്ടി ഉണ്ടാവും.
അതിന്റെ ഉള്ളിൽ ചുവന്ന കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കല ഈ സാധനം. ഉള്ളിന്റെ 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 ഉള്ളിൽ കൊണ്ടുപോയി വെക്കുക. കാരണം എന്താ? പവറുള്ള സാധന. അതേ സമയം ഇതേ സുഹൃത്ത് പിറ്റേന്ന് നീ ഒരു അമ്മി വാങ്ങാൻ വെക്കുക. അമ്മി ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി സൂക്ഷിക്കല്ലോ, റോട്ടിൽ നിരത്തി അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. വേണ്ടത് തെരഞ്ഞെടുത്തോളൂ പറയും. എന്തേ ഈ ജ്വല്ലറി ഉടമക്ക് ഈ അമ്മി ഇട്ടതുപോലെ ഈ സ്വർണ്ണ ഇട്ടൂടായിരുന്നോ? പറ്റൂല. അമ്മി ഇട്ടതുപോലെ എങ്ങാനും സ്വർണ്ണ ഇട്ടിരുന്നെങ്കിൽ ആൺകുട്ടികൾ കൊണ്ടുപോകും എന്നതുപോലെ ആൺകുട്ടികൾ കൊണ്ടുപോകും എന്നതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത സഹോദരി പുറത്തിറങ്ങിയാൽ ആൺകുട്ടികൾ കൊണ്ടുപോകും. ആൺകുട്ടികൾ അവളെ കൊണ്ടുപോകും. ഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത് എത്ര സത്യമാണ്. പെണ്ണ് നാണമാണ്, പെണ്ണ് നാണമാണ്. അവൾ മറക്കുള്ളിരിക്കേണ്ടവളാണ്. അവൾ പുറത്തിറങ്ങിയാൽ അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇസ്തശ്റഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കണ്ണിന്റെ മുകളിൽ കൈവച്ച് ശ്രദ്ധിച്ചു നോക്കുക എന്ന. ഇസ്തശ്റഫ ശൈത്താൻ. പെണ്ണ് പുറത്തിറങ്ങി കണ്ണിന്റെ മുകളിൽ കൈവച്ച് ശ്രദ്ധിച്ചു നോക്കാൻ ആളുണ്ടാകും. ആരാ പറയുന്നത്? സുഹൃത്തുക്കൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശൈത്താൻ ഇവളെങ്ങനെ നോക്കുന്നു പറഞ്ഞാൽ, ഏതെങ്കിലും പെണ്ണ് പുറത്തിറങ്ങുമ്പോ ശൈത്താൻ ഇങ്ങനെ നോക്കിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താ? മിനൽ ജിന്നത്തി വന്നാസ് എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്. ശൈത്താൻ ഭൂതവർഗത്തിൽ മാത്രമല്ല മനുഷ്യവർഗത്തിലുണ്ട്. ഈ മനുഷ്യവർഗത്തിലുള്ള കാണാൻ കൊള്ളാവുന്ന കോളേജ് കുമാരികളും സഹോദരിമാരും പുറത്തിറങ്ങുമ്പം അവരുടെ പിന്നാലെ, അവരെ വട്ടമിട്ട് അവരുടെ പിന്നാലെ നടക്കുന്ന ഈ ഞരമ്പ് രോഗികളെ കുറിച്ചായിരിക്കില്ലേ ശൈത്താൻ എന്ന് പറഞ്ഞത്? ഇസ്തശ്റഫഹ ശൈത്താൻ. ഏതിലെയാണ് വരുന്നത്? ഇന്ന് സസൂക്ഷ്മം കൊണ്ടിരിക്കുന്ന ശൈത്താന്മാരുണ്ടാകും. അവര് നിങ്ങളെ തട്ടിക്കൊണ്ടുപോകും. ശ്രദ്ധിക്കണം സഹോദരിമാരെ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഏതെങ്കിലും ഒരു സഹോദരിയോട് ചോദിക്കട്ടെ, ആരെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള, ഇവിടെ പേരുദോഷം വരുത്താത്തതുണ്ടോ? ഭരണത്തിൽ കയറിയവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടില്ലേ? പുറത്തിറങ്ങി നടന്നവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടില്ലേ? കുറച്ചു മുമ്പ് നമ്മുടെ പീഡന കേസുകളെ ഉള്ളുവായിരുന്നു അല്ലേ? നിങ്ങൾ വായിച്ചു മടുത്തു, ഞാൻ വായിച്ചു മടുത്തു. സുബഹി നിസ്കരിച്ചാൽ എന്റെയും നിങ്ങളുടെയും കയ്യിലെത്തുന്ന പത്രം എടുത്തു നോക്കിയാൽ പീഡന കേസുകളെ കൊണ്ട് കോളം നിറഞ്ഞു കിടക്കുകയാണ്. വായിക്കലും മൊഴിയും കൊടുക്കലും, മൊഴി മാറ്റി പറയലും, പിന്നെയും കൊടുക്കലും, പിന്നെയും മാറ്റി പറയലും, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും കേരളം നാറിയില്ലേ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം. ഇതെന്തിനാ ഞാൻ പറഞ്ഞു വന്നതാ? പെണ്ണിരിക്കേണ്ടടത്ത് പെണ്ണിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. റസീനത്താത്ത താൻ മൊഴി മാറ്റി പറഞ്ഞാലും ഭ്രാന്തത്തെ പോലെ കഴിഞ്ഞാലും ഒരു കാര്യം ആരോപിക്കപ്പെട്ട പുരുഷൻ, അദ്ദേഹത്തെ നമ്മൾ പറയേണ്ടതില്ല. കാരണം നമ്മൾ മാന്യതയുള്ളവരാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഖുർആൻ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. 4 സാക്ഷികളില്ലാതെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, റജീന സ്വയം സമ്മതിച്ചിരിക്കാൻ ഞാൻ ഈ വൃത്തികേട് ചെയ്തു എന്ന് എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ. ഉമ്മമാരെ, ഇത് ജാനകി ചേച്ചിയല്ല, ഇത് മറ്റൊരാളല്ല, ശാരദയല്ല, പറയുന്നത് റജീനയാണ്. സങ്കടമില്ലേ നിങ്ങൾക്ക്? ഈ ഉമ്മത്തിലെ മെമ്പറല്ലേ റജീനത്താത്ത? ഉളുപ്പില്ലാതെ ഇവൾ പറയുന്നുണ്ടെങ്കിൽ എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് തുടർന്ന് ഖുർആൻ പറയുന്നു, വിചരിച്ച പുരുഷന് വ്യഭിചരിച്ച പെണ്ണെ വെക്കൂ, അതല്ലെങ്കിൽ മുശ്രിക്കത്തെ വെക്കൂ എന്ന് പറഞ്ഞല്ലോ. അത് തിരിച്ചും പറയുന്ന വ്യഭിചരിച്ച പുരുഷന്, വ്യഭിചരിച്ച പെണ്ണിന് രൂപത്തില് പുരുഷന്മാര് വ്യഭിചരിച്ചവരെ കുഫുവെക്കൂ എന്നല്ല. ഔ മുശ്രിക്കുൻ, അല്ലെങ്കിൽ അവൾക്ക് മുശ്രിക്കെ കുഫുവെക്കൂ. റജീന താത്തയുടെ ഭർത്താവ് 1-ാം തരം മുശ്രിക്കാണ് പറയേണ്ടതുമില്ലല്ലോ. യഥാർത്ഥത്തിൽ വ്യഭിചരിച്ച പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷേ ഖുർആനിന്റെ ഭാഷ വ്യഭിചരിച്ചവൻ വ്യഭിചാരി പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കൂലാന്നാണ്. അത് ഒരു വേള നിങ്ങൾ ചിന്തിക്കണം എന്റെ കൂട്ടുകാർ. അതിന്റെ യഥാർത്ഥ അർത്ഥം കഴിക്കുമെന്നാണെങ്കിലും ഒരു വേള നേരെ തന്നെ അതിന്റെ അർത്ഥം പുറപ്പെട്ടേക്കാം. ഒരു വേള വ്യഭിചരിച്ചവന് എങ്ങനെ വീഴൂ, ആ വലയിൽ തന്നെ ചെന്ന് വീഴൂ.
അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ചിന്തിക്കണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന സഹോദരിമാരെ, മാനക്കേട് പറയിപ്പിക്കരുത്. ഈ പെണ്ണുങ്ങൾ കോലത്തിൽ രംഗത്തിറങ്ങി വിലസിയിട്ടല്ലേ നമ്മുടെ കേരളം നശിച്ചത്, ദുഷിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ, അന്ന് പത്രത്തിൽ കണ്ട ഒരു റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അന്ന് കണ്ട ഒരു റിപ്പോർട്ട്, ഒരു സ്കൂൾ പ്രതികരണം എഴുതി. പീഡന കേസുകൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ സാർ എഴുതിയ പ്രതികരണം ഇപ്പോഴും ഓർക്കുന്ന ഞാൻ. അദ്ദേഹം പറഞ്ഞു, പത്രക്കാര് നീതി പാലിക്കണം, പത്രക്കാർ മാന്യത പുലർത്തണം, പത്രക്കാർ ഇനിയെങ്കിലും ഈ വിഷയം വിടണം. ഇത് ഇഷ്യൂവാക്കരുത്. ഇഷ്യൂവാക്കുന്നത് നമുക്ക് നഷ്ടമുള്ളൂ. നമ്മുടെ മക്കൾ നശിച്ചിരിക്കുന്നു, നമ്മുടെ മക്കൾ ദുഷിച്ചിരിക്കുന്നു, അവർ ധാർമ്മികമായി പ്രവർത്തിക്കുന്നു എന്നല്ലേ അന്ന് പത്രത്തിൽ വന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സാർ എന്റെ കുട്ടിക്ക് കേട്ടെഴുത്ത് കൊടുത്തതാ. കേട്ടെഴുത്ത് കൊടുത്തപ്പം സാറ് കേട്ടെഴുതാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബോർഡ് എന്ന പദം എഴുതാൻ പറഞ്ഞു. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോ സാറ് പറയാ, എന്നോട് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തിരിച്ചു ചോദിച്ചു, സാറേ ഏത് ഡായ എഴുതേണ്ടത്, പീഡനത്തിലെ ഡായാണോ? നോക്കണങ്ങൾ 2ാം ക്ലാസ്സിലെ കുട്ടിയാ ചോദിക്കണത്. ബോർഡ് എന്നതിൽ എഴുതേണ്ടത് പീഡനത്തിലെ ഡായാണോ? ഈ കുട്ടിക്ക് ബോർഡിനേക്കാൾ പരിചയം പീഡനമാണെന്നർത്ഥം. കാലത്തല്ല, 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പരിചയം ബോർഡും ബെഞ്ചും ഒക്കെയാണ്. ഇന്നത്തെ കുട്ടിക്ക് പരിചയം നേരെ തിരിച്ചാണ്. ബോർഡിനേക്കാൾ അവൻ പരിചയപ്പെടുന്നത് സുഹൃത്തുക്കളെ പീഡനമാണ്. പഴയ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ പദം കേൾക്കുന്നതന്നെ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് പീഡനം പറഞ്ഞ കുട്ടി ചോദിച്ചേക്കാം, ഏതിടായാണ്? ബോർഡിലിടായാണോ ഇതെന്തിലിടായാണോ ഇടേണ്ടത്? കുട്ടി തിരിച്ചു വെക്കും. കാരണം കുട്ടിക്ക് ബോർഡും ആ ബടിയൊക്കെ എന്ന് അറിയുള്ളൂ. ഇന്ന് നേരെ തിരിച്ചു നോക്കൂ നിങ്ങൾ. ഈ രൂപത്തിൽ എത്തിച്ചത് സ്ത്രീകൾ അനാവശ്യമായി രംഗത്തിറങ്ങിയത് കൊണ്ടാണ്. എന്നൊരു പറയുന്നത്, അന്യ സ്ത്രീ പുരുഷ ദർശനം കർശനമായ ഭാഷയിൽ ഇസ്ലാം വിലക്കി. അന്യ ദർശനം കർശനമായ ഭാഷയിൽ ഇസ്ലാം എന്തിനു വിലക്കി? അത് വാതിൽ ആടെ കൊട്ടടച്ചതാണ്. പീഡനമുണ്ടാകരുതെന്ന് കരുതി കാണാൻ തന്നെ പാടില്ലെന്ന് വെച്ചു. പീഡനಕ್ಕೆ ഇനി ഇവിടെ എന്ന് കരുതിയിട്ട് ആ കാണാൻ തന്നെ എന്ന നയത്തിലേക്ക് എത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്. കാരണം ഒരു ില്ലേ സ്വാഭാവികമായും കണ്ടാൽ അതിനെ തുടർന്ന് ഒന്ന് ചിരിക്കും. ചിരിച്ചാൽ അടുത്ത കാണലിൽ അഭിമാനം, അടുത്ത കാണലിന് കിന്നാരം പറയും, അടുത്ത കാണലിന് ഡേറ്റും സ്ഥലവും പറഞ്ഞുറക്കും. പിന്നീട് അവിടെ സന്ധിക്കുകയായി സന്ധിച്ചതിന്റെ ശേഷം നടക്കേണ്ടതൊക്കെ നടക്കും. കവിയുടെ കവിതയാണിത്. എന്താണ് ആ കവി പറഞ്ഞത്? നവ്റത്തും ആദ്യം ആഴ്ച പുഞ്ചിരിയ പ്രയോഗം നോക്കണം കവിയുടെ. പിന്നെ വാക്യമാണ്, അഭിവാദ്യം സെലൂട്ടലാണ് പരിപാടി. നവ്റത്തുൻ ഫബ്തിസാമത്തുൻ സലാമു. അത് കഴിഞ്ഞാൽ പിന്നെ കലാമു, ഒന്ന് മധുരമായി സംസാരിക്കല. അത് കഴിഞ്ഞാൽ മൗഇദു, ഡേറ്റും ഒക്കെ പറഞ്ഞുറക്കല. അത് കഴിഞ്ഞാൽ ഫലിഖാഉ, രണ്ടുപേരും സന്ധിക്കല. നോക്കൂ നിങ്ങൾ, എത്ര ശരിയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പാടില്ല. വാതിലങ്ങ് കൊട്ടിയടച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, നിർബന്ധമായും പ്രിയപ്പെട്ട സഹോദരിമാർ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യത്തിൽ പെണ്ണിന് പുറത്തിറങ്ങാം. അല്ലാതെ ഉദാഹരണം ഹോസ്പിറ്റൽ കേസ്, പെണ്ണ് പുറത്തു പോകേണ്ടി വരും. ഹോസ്പിറ്റൽ കേസിന് പെണ്ണ് പുറത്തു പോകരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല. പെണ്ണിന്റെ പ്രസവ സംബന്ധമായ രോഗം, അതിന് പുരുഷൻ പോയതുകൊണ്ട് നടക്കില്ലല്ലോ. ഇവിടെ ഈ പ്രസവ ഹാളിലെത്തേണ്ടത് പെണ്ണ് തന്നെയാണ്. പുറത്തിറങ്ങരുതെന്ന് ഇസ്ലാം പറയാൻ പാടില്ല. അതുകൊണ്ട് ഈ നിർബന്ധിത സാഹചര്യത്തിൽ പെണ്ണിന് പുറത്തിറങ്ങാം. മറ്റൊരു സാഹചര്യം പറയട്ടെ, ഹജ്ജിന് പോകണമെങ്കിൽ മക്കയിൽ തന്നെ പോകണം. പുറത്തിറങ്ങാൻ പെണ്ണിന് പാടില്ലെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാതിരിക്കാൻ പറ്റില്ല. അതേസമയം നിസ്കരിക്കണമെങ്കിൽ നാട്ടിലെ പള്ളിയിൽ തന്നെ പോകണമെന്നില്ല. ശുദ്ധിയുള്ള സ്ഥലത്തൊക്കെ നിസ്കരിക്കാം എന്നല്ല. പെണ്ണ്
പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ സഹോദരിമാരെ, നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. ഒരു ഉദാഹരണവും കൂടെ പറയട്ടെ. ഈ നാട്ടിൽ ഇപ്പോഴും ജോലിക്ക് പോയി ജീവിക്കുന്ന മുസ്ലിം സഹോദരിമാരുണ്ടാകും. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും. എവിടെ? നിങ്ങൾക്ക് അരി കിട്ടണമെങ്കിൽ, തിന്നാനുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ, ഭർത്താവിന് ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് കഴിവില്ല, ഭർത്താവിന് ജോലിയില്ല, ആ സമയത്ത് ജോലിയുള്ള ഭാര്യ പുറത്തു പോകേണ്ടി വരും. അല്ല, ഭർത്താവിനെ കൊണ്ട് നോക്കാനാകുമെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകാൻ വീട്ടിൽ കൂടുകയാണ് വേണ്ടത്. സഹോദരിമാര് പ്രത്യേകം മനസ്സിലാക്കണം. എന്താ ഞാനിത് പറയാൻ കാരണം? ജോലിയില്ലാത്ത ഒരു പെണ്ണോട് നീ തിന്നാതെ വീട്ടിൽ കൂടണമെന്ന് ഇസ്ലാം കൽപ്പിക്കുകയില്ല. അങ്ങനെ കൽപ്പിക്കുന്നില്ല. നിനക്ക് പുറത്തിറങ്ങാം. നിനക്ക് ആ പുറത്തിറങ്ങുമ്പോൾ തന്നെ നിന്റെ നൗഇയ്യത്ത് മാനിച്ചുകൊണ്ട്, നീ പെണ്ണാണെന്ന ഉളുപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട്, എല്ലാം മറച്ചുകൊണ്ട് സമ്പൂർണ്ണ മറയോടുകൂടെ നിനക്ക് പുറത്തു പോകാം, ജോലിക്ക് പോകാം, അരി ഒഴിക്കാം. ഇതിന് ഇസ്ലാം എതിരല്ല. എന്റെ സഹോദരിമാര് ചിന്തിക്കും. ഇതിനു വേണ്ടിയാ ചോദിക്കാത്തൊരു ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത്. സഹോദരിമാര് ചിന്തിക്കണം. ഇത്രയൊക്കെ മാന്യമായി സഹോദരിമാര് കഴിഞ്ഞുപോയ പൂർവകാല വനിതകൾ ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സഹോദരിമാരെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? ഇന്ന് നിങ്ങൾ എല്ലാ ഉടുപ്പും കളഞ്ഞ് അണിഞ്ഞൊരുങ്ങി പുറപ്പെടുകയാണ്. എന്തിന്? പള്ളിയിലേക്ക് മാത്രമല്ല, ഷോപ്പിങ്ങിന് പോകുന്നതും വെറുതെ നാടുതണ്ടി നടക്കുന്നതുമൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അവസാനിപ്പിക്കണം. പടച്ച റബ്ബിനെ കരുതിയിട്ട് നിങ്ങൾ ഇതൊക്കെ നിർത്തണം. അല്ലാഹു നിങ്ങളോട് പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. സഹോദരിമാരെ, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലിരിക്കണം. നിങ്ങൾക്കതാണ് നല്ലത്. നിങ്ങൾ സ്വർണമാണ്. നിങ്ങൾ അമ്മിയെപ്പോലെ എവിടെയെങ്കിലും പുറത്തു കിടക്കാൻ പാടില്ല. ഇതല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ഇതല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹു പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ കഴിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, അന്യ സ്ത്രീ പുരുഷ ദർശനം എത്രമാത്രം ഗൗരവമാണ്. വിശുദ്ധ ഖുർആൻ അതിനെ, വിശുദ്ധ ഇസ്ലാം അതിനെ എത്രമാത്രം ഗൗരവത്തോടെയാണ് കണ്ടതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, നിങ്ങൾ ചിന്തിക്കണം. സഹോദരിമാരെ, അതിന് വേദിയൊരുക്കുന്ന, അതിനുവേണ്ടി വേദിയൊരുക്കുന്ന നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. അതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത് നിങ്ങൾ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്നതാണ്. നിങ്ങൾ പുറത്തിറങ്ങുന്നതാണ്. അതുകൊണ്ട് നിങ്ങളും കുറ്റക്കാരാകും. പുരുഷനെ ഇങ്ങോട്ട് നോക്കുന്നതും പുരുഷൻ സ്ത്രീയെ അങ്ങോട്ട് നോക്കുന്നതും എല്ലാം കുറ്റം തന്നെയാണ്. ഇസ്ലാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നവറു സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ അമ്പാണ് നോട്ടം. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ദർശനം ഇബ്ലീസിന്റെ ഒരു അമ്പാണ്. എന്താ പറയാൻ കാരണം? ആ ഒരു നോട്ടം ഒരു പക്ഷേ ഒരു അമ്പെയ്ത്ത് പോലെ അപകടമുണ്ടാക്കിയേക്കാം. അമ്പെയ്ത്ത് പോലെയുള്ള അപകടങ്ങൾ ഈ ഒരു നോട്ടം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് കരുതണം, മാറണം, നിർത്തണം, അവസാനിപ്പിക്കണം. ഈ പണി അവസാനിപ്പിച്ചേ പറ്റൂ. ഇതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം. നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഒരൊറ്റ ചെറിയ ഉദാഹരണം പറയാ ഞാൻ. ഇതിന്റെ ഗൗരവം എത്രയാണെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു അതാ മദീനയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരൻസാരി സഹോദരന്റെ വീട്ടിന്റെ അടുത്തുകൂടെയാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഈ അൻസാരി സഹോദരന്റെ വീട്ടിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം അവന്റെ കുളിപ്പൊരയുടെ അടുത്തുകൂടെയാണ് നീങ്ങുന്നത്. വെറുതെ ഒന്ന് മനുഷ്യനല്ലേ, സ്വാഭാവികമായി ഈ കുളിപ്പൊരയിലേക്കൊന്നങ്ങ് നോക്കിപ്പോയി. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ നേരെ പോയാ മതി. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയായിരുന്നു. ഹബീബ് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാറില്ലായിരുന്നു. ഈ JCB തിരിഞ്ഞു കളിക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് തിരിഞ്ഞു കളിക്കാറില്ല. ഹബീബ് പോകുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് ഇങ്ങനെ പോകല.
അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല, ഏട്ടും വലവും നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളൊരു വഴിക്ക് പോവുകയാണെങ്കിൽ എല്ലായിടത്തും നമ്മളെ തല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. ഏതായാലും മനുഷ്യനല്ലേ. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു പക്ഷേ അവരുടെ ഒന്നും അടുത്തെത്താനുള്ള യോഗ്യത നമുക്കില്ല. സഅലബ റളിയല്ലാഹു അൻഹു വെറുതെ മനഃപൂർവ്വം നോക്കിയതല്ല. ഒരു പെണ്ണുണ്ടാകുമെന്ന് കരുതി സഅലബ നോക്കൂല. സഅലബ നോക്കിയിട്ടില്ല. സഅലബ വെറുതെ ഒന്ന് കുളിപ്പരയിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയതാ. അപ്പോൾ കണ്ടതും തന്റെ സഹോദരന്റെ ഭാര്യ കുളിക്കുന്നതാണ്. സുന്ദരിയായ ഭാര്യയുടെ മുഖം കണ്ടപ്പം മനുഷ്യനല്ലേ, വികാരത്തിൽ ഊട്ടപ്പെട്ടവനല്ലേ, ഒറ്റ പ്രാവശ്യവും കൂടെ നോക്കിപ്പോയി. നോട്ടം ആവർത്തിച്ചു. ഒന്നും കൂടെ ആയിട്ട് നോക്കിയപ്പോഴേക്ക് കുറ്റബോധം കടന്നു പിടിച്ചു. തനക്ക് കുറ്റബോധം കടന്നു പിടിച്ചു. പടച്ചോനെ, ഞാൻ നിന്നോട് ഈ ചെയ്തത് എത്ര വലിയ അരുതായ്മയാണ്. എന്റെ ഹബീബെങ്ങാനും ഈ രംഗമെങ്ങാനും കണ്ടാൽ, ഇതറിഞ്ഞാൽ എന്നെ എന്തു ചെയ്യും? ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട സഅലബ ഓടുകയാണ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഓടുമ്പം വഴിയിൽ നിന്ന് കൂട്ടുകാര് തടഞ്ഞു വെച്ചു. സഅലബ, നിങ്ങൾ എങ്ങോട്ടാണ് സഅലബ ഈ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? പറയണം സഅലബ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? സഅലബ, നിങ്ങൾ പറയൂ. നിങ്ങളുടെ പിന്നാലെ പിടിമൃഗങ്ങളില്ല, നിങ്ങളുടെ പിന്നാലെ ശത്രുക്കളില്ല, എന്തിനിങ്ങനെ ഓടണം? നിങ്ങൾക്ക് നിന്നുകൂടെ എന്ന് ചോദിക്കുമ്പം, എന്തിനിത്ര ബുദ്ധിമുട്ടി ഓടുന്നു എന്ന് ചോദിക്കുമ്പം ബഹുമാനപ്പെട്ട സഅലബ പറഞ്ഞത്, മക്കളെ, നിങ്ങൾ എന്റെ പിന്നാലെ വരുന്ന പിടിമൃഗത്തെ കാണുന്നില്ല, നിങ്ങൾ എന്റെ പിന്നാലെ വരുന്ന ശത്രുവിനെ കാണുന്നില്ല. ഇന്നീ ഹാരിബും മിനന്നാർ, ഞാൻ നരകത്തെ തൊട്ടോടുകയാ, ഞാൻ നരകത്തെ തൊട്ടോടുകയാ. നരകത്തെ പേടിച്ചാണ് ഈ സാധു പോകുന്നത്. മാറൂ, മാറൂ. എല്ലാവരെയും തട്ടിത്തെറിപ്പിച്ച് സഅലബ മുന്നോട്ട് ഗമിക്കുകയാണ്. സഅലബ പോയി ഒരു മലയുടെ മുകളിൽ കയറി പടച്ച റബ്ബിന് വേണ്ടി ആരാധിക്കുകയാണ്. പടച്ച റബ്ബിന് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കുന്നു, നാഥാ പൊറുക്കണേ, സഹിക്കണേ, എന്നോട് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഅലബ അവിടെ തന്നെ ഇരിക്കുന്നു. സഅലബ ഇരുന്ന് കരഞ്ഞു കണ്ണ് കലക്കി പറയുന്നു, ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു, പടച്ചവനെ, എന്നോട് പൊറുക്കണമല്ല, എന്നോട് മാപ്പാക്കണമല്ല. ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയി, എന്നോട് മാപ്പാക്കണം നാഥാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സങ്കടം പറഞ്ഞു. അപ്പോഴാണ് ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം സഅലബ ദിവസങ്ങൾ ദിനരാത്രങ്ങൾ കണ്ണീരൊഴുക്കിയതിന്റെ ശേഷം, അശ്രുഗണങ്ങൾ ചാലിട്ടൊഴുക്കിയതിന്റെ ശേഷം ഹബീബിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. വന്നിട്ട് പറയുന്നു, അലാ ഇന്ന അഹദം മിൻ സ്വഹാബതിക യഹ്തബിഉ ഫീ ജബലി കദാ വകദാ. നബിയേ, അങ്ങയുടെ ഒരു പാവപ്പെട്ട സഹോദരൻ, അങ്ങയുടെ സഖാക്കളിൽപ്പെട്ട ഒരു കൂട്ടുകാരൻ, ഇതാ സ്വഹാബത്തിൽപ്പെട്ട ഒരാളും ഇന്നാലിന്ന മലയുടെ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് നബിയേ. അയാൾ ചെയ്ത തെറ്റെന്താണെന്നറിയോ? ഒരൊറ്റ വട്ടം ഒരന്യ പെണ്ണിന്റെ മുഖം കണ്ടുപോയി എന്ന വിഭ്രാന്തിയിൽ ഓടിച്ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അയാളെ വിളിച്ച് സമാധാനിപ്പിക്കണം, ഒന്ന് സമാശ്വസിപ്പിക്കണം. ഹബീബ് ഉടനെ തന്നെ അതാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും വിളിച്ചിട്ട് പറയുന്നു, കൂട്ടുകാരെ, നിങ്ങൾ പോകണം. എന്റെ പ്രിയപ്പെട്ട സഅലബയുണ്ട്, ഇന്നാലിന്ന പർവ്വതത്തിന്റെ ശിഖരത്തിലിരിക്കുന്നു. നിങ്ങൾ അവനെ കൂട്ടണം, കൊണ്ടുവരണം, വിളിച്ചു കൊണ്ടുവരണം. നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരൂ. എന്തിനാണിത്? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനാണ്. അദ്ദേഹം ചെയ്ത തെറ്റിതാണ്. ഇതിന്റെ പേരിൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. നിങ്ങൾ പോകുമോ? അവര് പോകുകയാണ്, പുറപ്പെടുകയാണ്. പുറപ്പെട്ടു ചെന്ന് ബഹുമാനപ്പെട്ട സഅലബയെ പിടിക്കാൻ വേണ്ടി പ്രസ്തുത മലയുടെ താഴെ എത്തുമ്പം അവർ ഈ മലയുടെ പല ഭാഗത്തും ഇങ്ങനെ തപ്പി നോക്കി, എവിടെയെങ്കിലും ഉണ്ടോ? താഴ്ഭാഗത്തെത്തിയപ്പം കുറ്റിക്കാടുകളിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, സഅലബ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുമ്പം അവിടെ ആടുമേച്ചു നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ. അദ്ദേഹം ചോദിക്കാൻ, എന്താ നിങ്ങൾ രണ്ടാളും തിരയുന്നത്, അന്വേഷിക്കുന്നത്? എന്തോ നഷ്ടപ്പെട്ടതുപോലെ തെരഞ്ഞു നടക്കുന്നു. ഈ ആട്ടിടയൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അതെ. ഇവർ പറഞ്ഞു, അതെ,
ഞങ്ങൾ നഷ്ടപ്പെട്ടത് തെരഞ്ഞു നടക്കുക തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, കാണാനില്ലാത്ത കൂട്ടുകാരനെ തെരഞ്ഞു നടക്കുകയാണ്. കാണിച്ചു തരുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, നരകത്തെ തൊട്ട് ഓടിപ്പോയ മനുഷ്യനെയാണോ നിങ്ങൾ രണ്ടാളും അന്വേഷിക്കുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു അതേ സുഹൃത്തെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചോദിക്കുക, അയാൾ നരകത്തെ തൊട്ട് ഓടിയാ നിങ്ങൾക്ക് എങ്ങനെ തിരിഞ്ഞത്? ഞങ്ങൾക്ക് ഞങ്ങളെ ഹബീബ് പറഞ്ഞു. ഹബീബ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. അയാൾ ഇവിടെ ഉണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നതാ. നിങ്ങളെങ്ങനെ മനസ്സിലാക്കി അദ്ദേഹം നരകത്തെ തൊട്ട് ഓടിയതാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മലയുടെ ചുവട്ടിലാ താമസിക്കുന്നത്. മലയുടെ താഴ്ഭാഗത്ത് ആ ഓരത്ത് കാണുന്ന വീടാണ് എന്റേത്. അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയാൽ, എല്ലാ കണ്ണുകളും ഉറങ്ങി മനുഷ്യരൊക്കെ കൂർക്കം വലിക്കാൻ തുടങ്ങിയാൽ, അർദ്ധരാത്രിയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ഈ മലയിലുണ്ട്. അദ്ദേഹം താഴോട്ടിറങ്ങി വരും, താഴെ നിന്ന് മേലോട്ടോടും, മേലെ നിന്ന് താഴോട്ടിറങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പം ഈ റൗണ്ട് അടിക്കുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹം വിളിച്ചു പറയുന്ന വാക്കാണ്, റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി ഫഇന്നീ ഹാരിബും മിനന്നാർ. നാഥാ, എന്നോട് പൊറുക്കണേ, എന്നോട് സഹിക്കണേ, എന്നോട് മാപ്പാക്കണേ. ഫഇന്നീ ഹാരിബും മിനന്നാർ. ഞാൻ നിന്റെ കടുത്ത നരകത്തെ പേടിച്ചോടുകയാണ്. അതാണ് എന്റെ പ്രശ്നം പടച്ചവനെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരു നരകാഭയാർത്ഥി ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ നരകത്തെ പേടിച്ച് കൽബ് വെന്ത മനുഷ്യൻ ഇവിടെയുണ്ട് ഈ മലയില്. അന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഹൃത്തെ, പുള്ളി അത് തന്നെയാ, ഞങ്ങൾക്ക് കിട്ടേണ്ട ആളതാ, വരൂ അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവരും ഇവർ രണ്ടുപേരും കൂടെ മലയുടെ മുകളിലേക്ക് കയറിപ്പോവുക. മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. അപ്പോൾ മലയുടെ മുകളിലെത്തിയപ്പം വളരെ ഉന്നതിയിൽ അതാ സഅലബ ഇരിക്കുന്നു. ഖിബിലയിലേക്ക് തിരിഞ്ഞു പടച്ച റബ്ബിനെ മാത്രം ധ്യാനിച്ച് സങ്കടങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ബോധിപ്പിച്ചു ഒരേ ഒരു കേന്ദ്ര ബിന്ദുവിൽ ജോലിയായിരിക്കുകയാണ് സഅലബ. പിന്നാലെ ചൊല്ലുന്നവരുടെ 2-3 പേരുടെ കാലൊച്ചകളൊന്നും സഅലബക്ക് ശല്യമല്ല. സഅലബയുടെ പിന്നിൽ നിന്ന് പടക്കം പൊട്ടിയാലും സഅലബ അറിയില്ല. അക്കോലത്തിൽ പടച്ച റബ്ബിലങ്ങ് മുഴുകിയിരിക്കാൻ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നാലെ ചെന്നിട്ട് തന്റെ വലത്തെ ചുമല് പിടിച്ചിട്ട് ഇങ്ങ് കുലുക്കിയിട്ട്, ഖും യാ സഅലബ, ഖും യാ സഅലബ, സഅലബ എഴുന്നേൽക്ക് സുഹൃത്തെ എന്ന് പറഞ്ഞപ്പം സഅലബ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട്, സഅലബ ഏതോ ഒരു ലോകത്താ ഉള്ളത് സഅലബയുള്ളത്. അപ്പോഴാണ് ഒരാൾ വന്നിങ്ങനെ പിടിക്കുന്നത്. ഉടനെ തന്നെ ചോദിച്ചു, ആരാണോടോ നീ? ഞാൻ എന്റെ റബ്ബിനോട് എന്റെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, എന്റെ സങ്കടം ബോധിപ്പിക്കുമ്പം, എന്നെ ബുദ്ധിമുട്ടിക്കാൻ, എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, എന്റെ ശ്രദ്ധ തെറ്റിക്കാൻ എന്റെ അടുത്ത് വന്നത് ആരാണോടോ നീ? ആരാണ് എന്നെ പിടിച്ചത്? സഅലബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സുഹൃത്തെ സഅലബ ലാ തഖഫ് വലാ തഹസൻ, ഹാദാ അഖൂക ഉമർ, ഹാദാ അഖൂക ഉമർ. സുഹൃത്തെ, പേടിക്കണ്ട, വിഷമിക്കണ്ട, ഇത് നിന്റെ കൂട്ടുകാരൻ ഉമറാണ്. നോക്ക്, ശരിക്കൊന്ന് നോക്ക്. ഉമർ സഅലബ കണ്ണു തുടച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. ഹോ, ബഹുമാനപ്പെട്ടവരുടെ കണ്ണുകൾ അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഅലബ തന്നെയാ, ഉമർ തന്നെയാണ്. സഅലബക്ക് ബോധ്യപ്പെട്ടപ്പോഴേക്ക് സഅലബയുടെ വാക്ക് മാറി, സംഭാഷണത്തിന്റെ വിഷയം മാറി. സഅലബ ചോദിച്ചു, ഉമറേ, ഞാൻ ചെയ്ത മഹാപാപം എന്റെ ഹബീബ് അറിഞ്ഞിട്ട് എന്നെ പിടിച്ചു ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞയച്ചതല്ലേ? തൽക്കാലം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സഅലബയുടെ ദേഹത്തിൽ ദേഹിയുണ്ടോ? സഅലബയുടെ ശരീരത്തിൽ റൂഹുണ്ടോ? സഅലബ വരില്ല, ഒരിക്കലും വരില്ല ഉമർ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്.
എന്നെ ഹബീബ് പറഞ്ഞയച്ചത് നിങ്ങളെ കൊണ്ടുവരാനാ. ഇത് പറഞ്ഞപ്പോഴേക്ക് സായലബക്ക് വിഷയം പിടുത്തം കിട്ടി. നിങ്ങൾ പോരൂല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുപോകുന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സായലബ് റളിയല്ലാഹു പറഞ്ഞു, ഉമറേ പോക്കിരിത്തരം പറയല്ലോ ഉമറേ, വമ്പ് പറയരുത് ഉമർ. നിന്റെ നാമം കേട്ടാൽ ഈ മദീനായിലെ എല്ലാ മണൽ തരികളും പറക്കും ഉമർ. ഉമറേ എല്ലാവരും നിന്നെ പേടിയാണ്, നിന്റെ പേര് കേൾക്കുന്നത് പേടിയാണ്. നിന്റെ ഭാഷ എനിക്ക് തിരിഞ്ഞു. ഞാൻ വരില്ലെങ്കിൽ എന്നെ ബലാത്കാരമായി കൊണ്ടുപോകുമെന്നല്ലേ ബലപ്രയോഗം നടത്തരുത് ഉമർ. ഇത് നിന്നോട് മസിര് പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് പറഞ്ഞതല്ല, നിന്നോട് മൽപിടുത്തം പിടിച്ച് പ്രതിരോധിക്കാൻ കഴിയുന്നത് കൊണ്ടുമല്ല, നിന്നോട് വമ്പു മൂക്കും പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഉമറെ, പേടിച്ചിട്ടാണ് ഉമർ അള്ളാഹുവിന്റെ ഹബീബ് എന്നെ കൊണ്ടുപോകുന്നത്. സൽക്കരിക്കാനല്ല, ബിരിയാണി തരാനല്ല ഹബീബ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാനങ്ങ് കടന്നു ചെല്ലുമ്പം ലിമ ഫഅൽത ദാക യാ സഅലബാ, എന്തിനു സഅലബ നീ ആ വൃത്തികേട് ചെയ്തു? എന്തിനാ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇത് ചോദിക്കാൻ എന്നെ കൊണ്ടുപോകുന്നത്? നിനക്കറിയോ അതിന് മറുപടി പറയാൻ എന്റെ ഉമർ ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രം പറയണ്ടേ? ഉമർ നിർബന്ധിക്കരുത് ഉമർ, പേടിപ്പിക്കരുത് ഉമർ, എന്നെ ബേജാറാക്കരുത് ഉമർ, ഞാൻ നിസ്സഹായനാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനോട് സാലബ് റളിയല്ലാഹു പറയുകയാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, മോനെ അങ്ങനെ ഒരു വാർത്തയൊന്നും ഞങ്ങളുടെ അടുത്തില്ല. നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നും അതിന്റെ പേരിൽ നിന്നെ പിടിക്കപ്പെടാൻ വിട്ടു എന്നും അങ്ങനെയൊന്നുമില്ല. നിന്നെ അങ്ങനെ പിടിക്കാനൊന്നും ഞങ്ങളെ പറഞ്ഞയച്ചതല്ല, നിന്നെ കൊണ്ടുചെല്ലാൻ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. വിഷമിക്കരുത്, ഏതായാലും നിർബന്ധപൂർവം വരണം. പറഞ്ഞയച്ചത് ഞാൻ പാലിക്കും, അത് പാലിക്കാതിരിക്കാൻ വയ്യല്ലോ. ബഹുമാനപ്പെട്ട സാലബ് റളിയല്ലാഹു പറഞ്ഞു, ഉമർ നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോളൂ, കുഴപ്പമില്ല, ഞാൻ വരാം, നിങ്ങളുടെ കൂടെ വരാം. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. റസൂലുള്ള നിസ്കരിക്കുമ്പോ അങ്ങെത്തിയാ പോരെ പള്ളിയിലേക്ക്, അതുവരെ നമുക്കങ്ങനെ ലേറ്റായി പിന്തിപ്പോയാൽ പോരെ. എന്നാൽ എന്തിനാ ഇത്? ഒന്നുമല്ല ഉമറേ, നിസ്കരിച്ച് കഴിയോളം എനിക്ക് സമാധാനമല്ലേ, നിസ്കരിച്ചിട്ട് മറുപടി പറഞ്ഞാ പോരെ, കുറച്ചും കൂടെ സമയം കിട്ടുമല്ലോ. ഹബീബിനെ പേടിച്ചിട്ടാണ് ഉമർ. ബഹുമാനപ്പെട്ട സഅലബാ റളിയല്ലാഹു അൻഹു ഉറക്കെ ചൊല്ലിക്കോളൂ. എന്തിനാ സഅലബ ഈ ബേജാറൊക്കെ ആകുന്ന? അത് നോക്കണം. ഒരു വട്ടൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കി എന്നുള്ളല്ലേ. കുളിപ്പരന്റെ അടുത്ത് കൂടെ അങ്ങനെ പോന്നപ്പോ അങ്ങനെ ഒന്ന് കണ്ണുകൊണ്ടൊന്ന് നോക്കി, അപ്പൊ ഒന്ന് ആവർത്തിച്ച് നോക്കി. അതാ തെറ്റ്, ആദ്യത്തെ നോട്ടം തെറ്റല്ലല്ലോ. അതിനാ നമ്മൾ ആവർത്തിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നോട്ടം തെറ്റല്ല. ഒരു നോട്ടം നിനക്ക് അനുവദനീയാണെന്ന് അലി റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, യാ അലി ലക നളറത്തുൻ വാഹിദ, അലി നിനക്കൊരു നോട്ടം ജായിസാണ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി മനഃപൂർവ്വമല്ലാതെ നോക്കുന്ന നോട്ടം ജായിസാണ്. ഞാനത് പറഞ്ഞു വെച്ച സ്ഥിതിക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാൻ, ഹദീസ് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഞാനൊരു പക്ഷേ ഇന്ന് 2 മണിക്കൂർ പറഞ്ഞത് എന്റെ സഹോദരന്മാർക്ക് ഒരു പക്ഷേ കിട്ടിയത് ഈ ഹദീസായിരിക്കാം. മുലയരിപ്പ് ഇന്നലെ പറഞ്ഞ ഒരു അങ്ങ് എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അങ്ങയോട് ചെയ്തിട്ടുണ്ട്. അങ്ങ് പഠിപ്പിച്ച നിർദ്ദേശം ഞാൻ പാലിച്ചില്ല. ഒന്നുമല്ല, ഞാൻ തലയെടുത്തെറിയാനുള്ള കാരണം സഅലബ പറയാൻ, അങ്ങയുടെ തൊടയുടെ പവർ എനിക്കറിയാം. ഞാൻ തലവെച്ചിരുന്ന ശരീരത്തിന്റെ പവർ അറിയാം എനിക്ക്. നിങ്ങളുടെ ശറഫാക്കപ്പെട്ട തൊടയിൽ ഈ സാധുവിന്റെ തല വെക്കാൻ പറ്റില്ല നബിയേ. മഹാപാപി സഅലബയുടെ തല നിങ്ങളുടെ തൊടയിൽ വെച്ചൂടാ. റസീ മംലൂഉൻ മിനദ്ദുനൂബ്, എന്റെ തല ദോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. എങ്ങനെ ഈ ദോഷക്കൂമ്പാരം പേറുന്ന തല അങ്ങയുടെ ശറഫാക്കപ്പെട്ട തൊടയിൽ വെക്കും? പാപസുരക്ഷിതരായ അങ്ങയുടെ തൊടയിൽ വെക്കാൻ പറ്റില്ല. ഞാൻ വലിച്ചെറിഞ്ഞതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് കേട്ടപ്പോൾ നബി തങ്ങളൊന്നും കൂടെ കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, സഅലബ ഇങ്ങനെയൊന്നും നീ വിഷമിക്കല്ല സഅലബ, എന്താണ് നിന്റെ പ്രശ്നം? പറയൂ സഅലബ. ചോദിച്ചപ്പം സഅലബ റളിയല്ലാഹു അൻഹു വിഷയങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഅലബ ഇതാണോ നിന്റെ പ്രശ്നം? നീ തെറ്റു ചെയ്തതിന്റെ പേരിൽ നിനക്ക് മാപ്പുണ്ടോ എന്ന് വിചാരിച്ചു നീ ഇത്രത്തോളം വിഷമിച്ചോ സഅലബ? എന്നാൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്കിപ്പോൾ അനുഭവപ്പെടുന്നത് എന്താ? കൈഫ തജിദുക യാ സഅലബ, സഅലബ നിന്നെ നീ ഇപ്പോൾ അനുഭവിക്കുന്നത് ഏതൊരവസ്ഥയിലാ? ബഹുമാനപ്പെട്ട സഅലബ പറയുന്നു, അജിദു ദബീബൻ നംലി ഫീ റഅസി
ഒന്നുമല്ല നബിയെ, അത് പറയാൻ വാക്കുകളില്ല. എന്റെ തലക്കുള്ളിലൂടെ ഉറുമ്പ് ചാലിട്ടരിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തോക്കെ ഒരു അസ്വസ്ഥത നബിയെ, സഹിക്കാൻ കഴിയുന്നില്ല. അസ്വസ്ഥത തന്നെ, കടുത്ത അസ്വസ്ഥത തന്നെ നബിയെ. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ അങ്ങേക്കാകുമോ? നബി തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട സൈനബ, അങ്ങ് മരിക്കാൻ പോകുകയാണല്ലേ, നീ അവസാന നിമിഷത്തിലെത്തി എന്ന് തോന്നുന്നുണ്ടല്ലേ. ശരീരമാകെ ശുഷ്കിച്ചു, ശരീരമാകെ മെലിഞ്ഞു, ആളാകെ ക്ഷീണിച്ചിരിക്കുന്നു. സൈനബ, ഈ സമയത്ത് നിങ്ങളുടെ അവസാനത്തെ മോഹം എന്താണ്? ഉത്കടമായ മോഹം പറയാമോ? നിങ്ങളുടെ ശരീരത്തിന് രണ്ടാമത് പുഷ്ടി തിരിച്ചു കിട്ടണോ? നിങ്ങളുടെ സൗന്ദര്യം തിരിച്ചു കിട്ടണോ? നിങ്ങൾക്ക് മുന്തിരിത്തോട്ടങ്ങൾ വേണോ? കാരക്കത്തോട്ടങ്ങൾ വേണോ? സൈനബ പറയണം, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ അള്ളാഹുവിനോട് പറയാം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹു പറയുന്നത്, അതേ നബിയെ, എനിക്കൊരാവശ്യമുണ്ട്. രണ്ട് കൈയും മലർത്തിയിട്ട് പറഞ്ഞു, അവസാനമായി എനിക്ക് പറയാനുള്ളത്, എനിക്ക് യുവത്വം തിരിച്ചു വരണ്ട, എനിക്ക് ആരോഗ്യം തിരിച്ചു തരണ്ട. മരിക്കുകയാണെങ്കിൽ മരിക്കാം, വിധിയെത്തിയിട്ട് അടുത്തെങ്കിൽ ഞാൻ മരിക്കട്ടെ. അജല് വന്നെങ്കിൽ, അവധിയെത്തിയെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഹബീബേ, ഉരീദു മഗ്ഫിറത റബ്ബി, ഞാൻ ചെയ്ത മഹാപാപം എന്നോട് എന്റെ റബ്ബ് പൊറുക്കണം, അതാണ് എന്റെ അവസാനത്തെ മോഹം. ശരി, അതാണോ സൈലബാദിന്റെ പ്രശ്നം? എന്നാൽ ഞാൻ ഇടപെടാം. സൈലബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എങ്കിൽ ഞാൻ ഇടപെടാം. സൈലബ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ഇടപെടാം. നിനക്ക് പാപം പുറത്തു കിട്ടുകയാണോ വേണ്ടത്? അല്ല സൈലബ, അത് നീ എന്നോട് പറയരുത് എന്നല്ല റസൂലുള്ള പറഞ്ഞത്. മാർഗമുണ്ട് സൈലബ, ഞാൻ പറഞ്ഞു തരാം. നീ ഒരു കാര്യം ചെയ്യ, ചൊല്ല്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ചൊല്ല്, ദിക്റിയല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിപ്പിച്ചു. നബി പറയുന്നു, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു സൈലബ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സൈലബ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുമ്പം സൈലബ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദയും ഒഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ എന്നേക്കുമായി കണ്ണടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഈ സൈലബയുടെ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേ? ഈ സൈലബയുടെ പിൻഗാമികളല്ലേ നമ്മൾ? എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് ഷോപ്പിംഗ് നടത്തണോ? നമുക്ക് പുറത്തിറങ്ങി വിലസണോ? ഇതാണ് ഞാൻ പറഞ്ഞത്. നിർബന്ധിത സാഹചര്യത്തിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ പറഞ്ഞതുപോലെ, വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ വാപ്പ കിടപ്പിലായതുകൊണ്ട് ആ വെള്ളം കോരാൻ വന്നത് എന്ന് സൂചിപ്പിക്കുന്ന പദം ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ പറഞ്ഞല്ലോ. ലാ നസ്ഖീ ഹത്താ യുസ്തിറ റിയാൽ വഅബൂനാ ശൈഖുൻ കബീർ എന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ കൂടെ ചിക്കാനും തിരക്കാനും ഞങ്ങളില്ല, അതുകൊണ്ട് അവർ പോവട്ടെ, പുറത്തിറങ്ങാനുള്ള കാരണം ഇതുമാണ് എന്ന് പറഞ്ഞെങ്കിൽ പെണ്ണു പാലിക്കേണ്ട ഉളുപ്പാൻ വാസ്തവത്തിൽ ഈ ആയത്തിലൊക്കെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരിമാർ, നിങ്ങൾ സൂക്ഷിക്കുക, പടച്ച റബ്ബിനെ പേടിച്ചു ജീവിക്കുക. സഹോദരന്മാരെ, സൈലബക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നമുക്കൊക്കെ എന്നോ നമ്മുടെ തല പൊട്ടിപ്പോയി എന്ന് തോന്നണ്ടേ? കാരണം ദിവസവും നൂറുകണക്കിന് കാണുന്ന നമ്മൾ സൈലബ ജീവിതത്തിൽ ആകെ കണ്ടത് ഒരു തവണയാ. അതിനാണ് ബഹുമാനപ്പെട്ട സൈലബ ഇക്കോലത്തിലായത്. ഈ കോലത്തിൽ സൈലബ റളിയല്ലാഹു അൻഹുവിന് മാറ്റമുണ്ടായത്. അതുകൊണ്ട് കൂട്ടുകാരോട് പറയട്ടെ, കൂട്ടുകാരികളോട് പറയട്ടെ, ഉപദേശം കേട്ടിട്ടും നിങ്ങൾ അഴിഞ്ഞാടരുത്. നിങ്ങൾ റോഡ് നന്നാക്കേണ്ടവരല്ല, നിങ്ങൾ പഞ്ചായത്ത് ഭരിക്കേണ്ടവരല്ല, നിങ്ങൾ മത്സരിക്കേണ്ടവരല്ല, നിങ്ങൾ പള്ളിയിൽ പോകേണ്ടവരല്ല, നിങ്ങൾ അനാവശ്യമായി ടൂറ് കറങ്ങി നടക്കേണ്ടവരല്ല. നിങ്ങൾ കരുതണം, അള്ളാഹു നിങ്ങളോട് വീട്ടിന്റെ ഉള്ളിലിരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളത് പാലിക്കുന്നില്ലേ? കേൾക്കുക, ഉപദേശം കേട്ടിട്ടും തിരിഞ്ഞു പോകുന്നവനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? വളരെ മോശമായിട്ടാ പറയുന്നത്. തിൽക ആയാത്തുല്ലാഹി നതുലൂഹാ അലൈക
بالحق فبأي حديث بعد الله وآياته يؤمنون ويل لكل أفاك أثيم يسمع آيات الله تتلى عليه ثم يصر مستكبرا كأن لم يسمعها فبشره بعذاب أليم وإذا علم من آياتنا شيئا اتخذها هزوا أولئك لهم عذاب مهين من ورائهم جهنم ولا يغني عنهم ما كسبوا شيئا. ഈ ഒരക്ഷായത്തിന്റെ അർത്ഥം പറഞ്ഞു എന്റെ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ കൂട്ടുകാരെ പറഞ്ഞത്? അവസാനമായിട്ട് ഞാൻ പറഞ്ഞത്, ഉപദേശം കേട്ടിട്ടും തിരിഞ്ഞു പോകുന്നവരെ കുറിച്ച് ഖുർആൻ പറയാണ്. അല്ലാഹ് പറഞ്ഞെടുത്ത് നിങ്ങൾ നിൽക്കണം. അല്ലാഹുവിന്റെ അടിമകളാണെങ്കിൽ, അല്ലാഹുവിന്റെ അടിയാത്തികളാണെങ്കിൽ നിങ്ങൾ നിൽക്കണം. സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളും നിൽക്കണം. നിർബന്ധമാണ്, അത് ചെയ്തേ പറ്റൂ. അല്ലാഹ് പറഞ്ഞിടത്ത് അവിടെ നിൽക്കണം. ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ മഹാനവറുകള് വിശുദ്ധ ഖുർആൻ ഓതിയാൽ അവിടെ നിൽക്കുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഉമർ വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു വഖാഫൻ, സഡൻ ബ്രേക്ക് ഇടുന്ന ആളായിരുന്നു. ഇൻദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അടുത്ത ഖുർആൻ എന്തെങ്കിലും പറഞ്ഞോ ഒരടി മുന്നോട്ടങ്ങ് ചവിട്ടില്ല. പാടില്ല. ചെയ്യണോ ചെയ്യുക തന്നെ, ഏത് പ്രതികൂല അനുകൂല സാഹചര്യങ്ങളായാലും വേണ്ടിയില്ല. ഇതാണ് ശരിയായ നയം. ഇതാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ബോധമുള്ള അടിമകളെ നമ്മൾ അല്ലാഹുവിന്റെ അടിമകളെ നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ഇത് ചിന്തിക്കണം. അതുകൊണ്ട് സഹോദരിമാരെ, ഈ വായൊക്കെ കേട്ടിട്ടും നിങ്ങൾ പോകുക തന്നെയാണോ? അല്ലാഹു പറയാണ്, തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ്. നബിയെ, ഇതൊക്കെ അല്ലാഹുവിന്റെ ആയത്തുകളാണ്, നിങ്ങൾക്കിത് സത്യസന്ധമായി നമ്മൾ ഓതിത്തരുന്നു. ഫബിഅയ്യി ഹദീസിൻ ബഅദല്ലാഹി വആയാതി. അല്ലാഹുവിനെയും അവന്റെ ആയത്തുകളെയും വിട്ട് ഇനി ഇവർ ഏതൊരു വാർത്തയാണ് യുഅ്മിനൂൻ, ഇവർ വിശ്വസിക്കുക. അല്ലാഹ് പറയുന്നത് ഇവർക്ക് വിശ്വാസല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഇവർക്ക് വിശ്വാസല്ലേ? ഇനി ഇവർക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നത് എന്തുണ്ട്? വൈലുൽ ലികുല്ലി അഫാക്കിൻ അസീം. അതുകൊണ്ട് പറയട്ടെ, കളവാക്കുന്ന കുറ്റം ചെയ്യുന്ന എല്ലാ കുറ്റവാളികൾക്കും അല്ലാഹുവിന്റെ സർവ്വവിധ നാശവുമുണ്ട്. വൈലുൽ ലികുല്ലി അഫാക്കിൻ അസീം. ഏതാണിവൻ? ഏതാണ് ഈ കള്ളൻ? യസ്മഉ ആയാത്തില്ല, അല്ലാഹുവിന്റെ ആയത്തുകളെ കേൾക്കും. തുത്ലാ അലൈഹി, അവന്റെ മേൽ തുരുതുരാ ഓതിക്കൊടുക്കുന്ന, നിരന്തരം ഓതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ അവൻ കേൾക്കും. കേട്ടിട്ടോ സുമ്മ യുസിറു മുസ്തക്ബിറ, അവൻ ഉള്ളിടത്ത് തന്നെ സ്വഭാവം മാറ്റാതെ, ശൈലി മാറ്റാതെ, പ്രവർത്തനം മാറാതെ അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹ് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, ഖുർആൻ അങ്ങനെ പറയട്ടെ. തൽക്കാലം ഞങ്ങളെ ഔറത്ത് മറക്കാൻ കിട്ടൂല എന്നുമ്മ പറയുന്നുണ്ടോ? ശബ്ദിച്ചോളുമ്മ. സുമ്മ യുസിറു മുസ്തക്ബിറ, ഖുർആൻ കേട്ട് പിന്നെയും അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏതുപോലെ? കഅല്ലം യസ്മഅഹാ, അങ്ങനെ ഒരായത്ത് കേട്ട ഭാവമില്ല ഉമ്മ നാളെ നടക്കുന്നത് കണ്ടാൽ. പ്രിയപ്പെട്ട സഹോദരി, നീ നാളെ പുറത്തിറങ്ങുമ്പം ഔറത്ത് മറച്ച് പുറത്തിറങ്ങണം. അല്ലാഹു പറയുന്ന കാര്യം ഗൗരവത്തോടെ കാണണം. അല്ലെങ്കിൽ ആ ആയത്ത് കേൾക്കാത്തതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന പരിപാടി പ്രിയപ്പെട്ട സഹോദരി നിനക്ക് യോജിച്ചതല്ല. ചിന്തിച്ചോ. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം. നബിയേ, ഇങ്ങനെയുള്ള ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ടെന്ന് നബിയേ നിങ്ങൾ താക്കീത് നൽകൂ. നബിയേ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് പറയുന്നത് തന്നെ നോക്കൂ. നിങ്ങൾ നമ്മളെ കൊച്ചാക്കുന്ന ശൈലി അല്ലേ? ഇങ്ങനെയുള്ള ആൾക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷ നൽകും എന്ന് അറിയിച്ചു കൊടുക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക. സന്തോഷാണോ ഇത് കേൾക്കുന്നതല്ല. ഇത് നമ്മളെ കുതിരയാക്കലല്ലേ? അങ്ങേയറ്റം ഈ മനുഷ്യനെ ഇൻസൾട്ട് ആക്കല. ഏതുപോലെ ഉമ്മമാര് പറയാറില്ലേ, ഇങ്ങോട്ട് വാ. ഉമ്മയോട് കുരുത്തക്കേട് കാണിച്ചോടുന്ന കുഞ്ഞിനോട് പറയാറുണ്ട്, ഇങ്ങ് വാ, ഞാൻ പള്ള നിറച്ച് തരാം. നമ്മളാരും അത് കേട്ടോടിച്ചെല്ലാറില്ല. കാരണം ചോറിനല്ല ഈ വിളിക്കുന്നത്, നമുക്കറിയാം. ഏ രൂപത്തിൽ അല്ല പറയാ, അവനോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്ക. നീ ഇങ്ങ് വാ, നിനക്ക് നല്ല നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങോട്ട് വാ, തികച്ചു തരാം എന്ന് നബിയെ നിങ്ങളവനോട് പറയണം.
നമ്മുടെ ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്തങ്ങ് കേട്ടാൽ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ ഒരായത്താൻ. പെണ്ണുങ്ങളെ നിങ്ങൾ വീട്ടിലിരിക്കണമെന്നാണ് ഈ പറഞ്ഞത്, അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ ഇത്തഹദഹാ ഹുസുവാ. ഇങ്ങനെ ഒരായത്ത് കേൾക്കുമ്പം അതിനെ പരിഹാസമാക്കി തള്ളിക്കളഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറയുന്ന കക്ഷികൾ ഉലൈക ലഹും അദാബും മുഹീൻ. അവർക്ക് വളരെ മോശപ്പെട്ട ശിക്ഷയാണ് എന്റെ അടുത്തുള്ളത്, വളരെ മോശപ്പെട്ട ശിക്ഷയാണുള്ളത്. അവർക്കത് സഹിക്കാൻ കഴിയില്ല. മിൻ വറാഇഹിം ജഹന്നം. അവരുടെ പിന്നിൽ അവരെ കാത്തിരിക്കുന്നുണ്ട് നരകം. വേണമെങ്കിൽ ഓർത്തോട്ടെ, മിൻ വറാഇഹിം ജഹന്നം വലാ യുഗ്നി അൻഹും. ആ നരകത്തിൽ കടക്കുമ്പം അവരെ തൊട്ട് ആവശ്യം തീർക്കൂല. മാ കസബു, അവർ സമ്പാദിച്ച സ്വത്ത്, അവരുണ്ടാക്കിയ മക്കൾ, അവരുടെ ചുറ്റുപാടുകളൊന്നും ശൈആ വലാ യുഗ്നി അൻഹും ശൈആ. അവർക്കൊരു ചുക്കും ചെയ്തു കൊടുക്കാൻ അവരുടെ ചുറ്റുപാടുകൾക്കൊന്നും കഴിയില്ല. അവര് സ്വന്തം അതനുഭവിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരിമാർ, എത്ര വലിയ വിഷയമാണിത്. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നരകത്തിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടല്ലേ പെണ്ണൗറത്ത് കാണിക്കുന്നത്, പെണ്ണ് യഥേഷ്ടം ഇറങ്ങി വലസുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ചിന്തിക്കൂ. നരകത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? വളരെ ഗൗരവത്തിലാണ് ഖുർആൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഞാൻ ചില സൂചനകൾ അതിലേക്ക് നൽകാം. എന്തിന്? നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, നമ്മുടെ പ്രവൃത്തിയെ ചിട്ടപ്പെടുത്താൻ നമുക്കത് സഹായകമാകും. നരകം നല്ല ഒരു മരുന്നാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കാൻ, മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റിയ ഒന്നാന്തരം ഔഷധമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, ഇന്ന് എന്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിലെ ഒരു ചിത്രമാണ്. എന്തിനാണ് ഇത് പറയുന്നതെന്നറിയോ സഹോദരന്മാർ? നമ്മളൊന്ന് ചിന്തിക്കാനാണ്, നമുക്കൊരു ബോധം വരാനാണ്. എന്താണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നരകത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ? സഹോദരന്മാരെ, നാളെ നരകത്തിൽ കിടന്ന് നരകാവകാശികള് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരല്ലാഹുവിനെ വിളിക്കും. അല്ലാഹുവിനെ വിളിച്ചു മട ചോദിക്കും, മറുപടിയില്ല. അപ്പോൾ ജിബ്രീലിനോട് അമ്മ നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, മാലിക്കേ, ഞങ്ങൾക്ക് നല്ല ഒരു വെള്ളം വേണം, തണുത്ത വെള്ളമുള്ള ഒരു മഴ തരുമോ? ഈ ചൂട്, ഈ തീയിൽ കിടന്ന് കത്തി സഹിക്കാൻ കഴിയുന്നില്ല മാലിക്. നോക്കൂ, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ നോക്കൂ. അല്ലാഹുവിനോടെന്ന് പറയൂ, ഒരു മഴ തരാൻ, എന്നിട്ട് കത്തിച്ചോട്ടെ. അപ്പോഴാണ് മാലിക് അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല. 40 കൊല്ലം ഇക്കോലത്തിൽ ഇവരെ വിളിക്കുമ്പം 40 കൊല്ലം ഇക്കോലത്തിൽ മാലിക്കിനെ വിളിച്ചു പറയും. അപ്പോൾ അല്ലാഹു ചോദിക്കും, യാ മാലികു മാദാ യത്ലുബൂൻ. മാലിക്കേ, എന്താണ് ഇവർ ഈ ചോദിക്കുന്നത്? കുറെ നേരമായല്ലോ വാവിട്ട് കരയാൻ തുടങ്ങിയിട്ട്, വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട്. എന്താണ് മാലിക് പ്രശ്നം? മാലിക് അലൈഹിസ്സലാം പറയുന്നു, പഠിച്ചവരെ, ഇന്നക അഅ്ലമു മിന്നി, അത് നിനക്കെന്നെക്കാൾ അറിയാലോ. അവർ ചോദിച്ചതെന്താ? ഏതായാലും ചോദിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ പറയട്ടെ. ചോദിച്ചതിന് വേണ്ടി പറയുകയാണ്. പഠിച്ചവനെ, ഇന്നഹും യത്ലുബൂനൽ ഗൈസ്, അവർ ചോദിക്കുന്നത് നല്ല തണുത്ത വെള്ളമുള്ള ഒരു മഴയാണ്. അവർക്കൊന്ന് സമാധാനം കിട്ടാൻ, ഒരാശ്വാസം കിട്ടാൻ. ശരി, അതാണോ അവർ ചോദിക്കുന്നത്? എങ്കിൽ കൊടുക്കാം. മാലിക് അലൈഹിസ്സലാം പറയാൻ, എങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാഹു പറയാൻ മാലിക്കിനോട്, എങ്കിൽ നമുക്ക് കൊടുക്കാം. ഉടനെ തന്നെ മഴക്കാറ് കയറി, കാർമേഘം കയറി. നരകാവകാശികൾ നരകത്തിൽ കിടന്നിട്ട് ഇങ്ങനെ പറയാ, ഇല്ലടാ, ഇപ്പൊ മഴ പെയ്യും, ഇപ്പോൾ മഴ പെയ്യും. അതാ കാറ് കയറിയത് കണ്ടില്ലേ? നമ്മുടെ മുകളില്, നരകത്തിന്റെ മുകളിൽ കാറ് കയറ്റി അല്ലാഹു. ഈ കാറ് കയറി ചുവന്ന തരത്തിലുള്ള ഒരു തരം ചുവന്ന രൂപത്തിലുള്ള ഒരു തരം കാറ്. ഈ കാറ് നരകത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. പെയ്തിറങ്ങുമ്പം ഇവർ വിചാരിച്ചതുപോലെയല്ല, പരന്ന തുള്ളികളാണ് വരുന്നത്. എന്താ ഇത് സംഗതി? ഉർസിലത്ത് അലൈഹിമുൽ അഖാരിബ്, അവരുടെ മേൽ വർഷിപ്പിക്കപ്പെട്ടത് മഴയല്ല,
തീയിൽ കത്തിപ്പോകാത്ത ഒരു തരം തേളുകളാണ്. ഈ തേളുകൾ വന്ന് ഇവരെ കടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ പറയുന്നത്, എന്താണ് മാലിക് ഇത്? നല്ല ഒരു മഴ ഞങ്ങൾ ചോദിച്ചിട്ട് മാലിക്കേ, പടച്ച റബ്ബ് ഞങ്ങൾക്ക് തന്നത് തേൾ മഴയാണല്ലോ. ഞങ്ങൾ തീയിന്റെ കടി സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് മഴ ചോദിച്ചത്, വെള്ളം ചോദിച്ചത്. ഇപ്പോൾ ഞങ്ങൾ തീയിന്റെ കടിക്ക് പുറമെ ഈ തേളിന്റെ കടിയും കൂടെ സഹിക്കണമല്ലോ മാലിക്കേ. ഇതെന്തൊരു കഷ്ടമാണ് മാലിക് എന്ന് പറയുമ്പം മാലിക് അലൈഹിസ്സലാം പറയുന്നു, നിവൃത്തിയില്ല മക്കളെ, നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എന്തു ചെയ്യാനാ? യാതൊരു കാര്യവും ഇവിടെ നിങ്ങളുടെ ഈ സങ്കടത്തിനൊന്നുമില്ല. ഏതായാലും പിന്നെയും അവർ പറയുന്നു, പടച്ചവനെ, ഞങ്ങൾ നിന്നോട് ചോദിച്ചത് ഇതല്ല, തണുത്ത വെള്ളമുള്ള ഒരു മഴ തരണേ തമ്പുരാനെ എന്ന് കൂട്ടമായി നരകത്തിൽ നിന്നുയരുന്ന രോധനം. ഇത് കേൾക്കുമ്പോ അള്ളാഹു പിന്നെയും 10-40 വർഷം കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹു ചോദിക്കും, എത്ര മാലിക്കേ, അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? മാലിക് പറയും, അതേ റബ്ബേ, തേൾ മഴയാ നീ കൊടുത്തത്, അത് വേണ്ട, വെള്ളമുള്ള മഴയാ ചോദിക്കുന്നത്, നല്ല തണുത്ത വെള്ളമുള്ള മഴ. അതാ രണ്ടാമത് കാർമേഘം കയറി, കറുത്ത കാർമേഘം. അവര് പറയാൻ തുടങ്ങിയില്ല, ഇക്കുറി നമ്മൾ പെടില്ല, ഇത്തവണ നമ്മൾ വഞ്ചിക്കപ്പെടില്ല. കഴിഞ്ഞ തവണ കണ്ടത് ചുവന്ന കാർമേഘമാണ്, അത് തീയാകാൻ, തേൾമഴ തീയിൽ കത്തിപ്പോകാത്ത തീ തേളാവാൻ സാധ്യത കൂടുതലാ. എന്നാൽ ഇത് കറുത്ത കാർമേഘമാ. കറുത്ത മേഘം കയറിയാൽ മഴ കിട്ടലല്ലേ നമുക്ക് ദുന്യാവിൽ നിന്നുള്ള പതിവ്. ഇത് മഴ തന്നെയാ എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോഴാ അതാ വരുന്നു, നേരത്തെ വന്നതുപോലെയല്ല, നീണ്ടു വലിഞ്ഞ തുള്ളികളാൻ. ഉർസിലത്ത് അലൈഹിമുൽ ഹയ്യാത്ത്, അവർക്കിപ്പോൾ വർഷിപ്പിക്കപ്പെട്ടത് തീയിൽ കത്തിപ്പോകാത്ത തേളുകളാണ്. അവര് പറഞ്ഞു, പടച്ചവനെ, ഇതെന്തൊരു കടുപ്പമാ, ഞങ്ങൾ നിന്നോട് തീയിന്റെ കടി സഹിക്കാൻ കഴിയാഞ്ഞിട്ട് മഴ ചോദിച്ചപ്പം നീ തേൾ മഴ തന്നു, അത് കഴിഞ്ഞപ്പം നീ തീ സർപ്പമഴ തന്നു. അബേ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നീ ഞങ്ങൾക്കൊരു തണുത്ത വെള്ളം തരില്ലേ എന്ന് ചോദിക്കുമ്പം കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, എടോ മിണ്ടാതിരിക്കൂ, മിണ്ടാതിരിക്കൂ. നമുക്ക് എന്തേ ഈ ഒരു അവസ്ഥ വരാൻ കാരണം? കൂട്ടത്തിൽ ഒരാൾ അഭിപ്രായം പറയാണ്, എന്തേ ഇത് വരാൻ കാരണം? നമ്മൾ ക്ഷമിക്കാത്തത് കൊണ്ടല്ലേ. അതാണല്ലോ പാകം പറ്റിയ കേട്, ക്ഷമല്ല. എല്ലായിടത്തും പറ്റുന്ന കേട് അതാണ്. പെണ്ണുങ്ങളോട് നിങ്ങൾ ഇങ്ങനെ ഈ അണിഞ്ഞൊരുങ്ങി ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാതിരിക്കാൻ കഴിയാത്തത് എന്താ? ക്ഷമല്ലാത്തത് കൊണ്ടാണ്. വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മാംസള ഭാഗങ്ങൾ, തുടിച്ചു നിൽക്കുന്ന മാംസള ഭാഗങ്ങൾ, അത് കാണാൻ മോഹിക്കുന്ന പിശാചുക്കളിലേക്ക് പ്രദർശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്കൊരു പ്രദർശന ത്വര? എന്താണതിന് കാരണം? ക്ഷമിക്കാൻ കഴിയുന്നില്ല, തന്റെ അടുത്തുള്ളത് കാണിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നിസ്കരിക്കാൻ ക്ഷമാപൂർവ്വം നിസ്കരിക്കേണ്ടിയിരുന്നു, കാരണം ശരീരം പറയും നിസ്കരിക്കണ്ട. തെറ്റിൽ നിന്ന് ശരീരം ചെയ്തോ എന്ന് പറയും, അപ്പോൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. ചുരുക്കത്തിൽ ആരാധിക്കാനും ക്ഷമ വേണം, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ക്ഷമ വേണം, വിഭൽസന്ധികളിലും ക്ഷമ വേണം, എല്ലാറ്റിനും ക്ഷമ വേണം. ചുരുക്കത്തിൽ നമ്മൾ അതാ സബ്റു നിസ്ഫുൽ ഈമാൻ എന്ന് പറഞ്ഞത്, അത് പകുതിയാണ്. അതോടുകൂടി ഏകദേശം സലാമത്താകും. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാഞ്ഞിട്ടല്ലേ ഇങ്ങനെ ആയത് എന്ന ഒരു കാര്യം ചെയ്യാം. എല്ലാവരും ഇത്തിഫാഖായി, എല്ലാവരും ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കുക, ഇനി മിണ്ടരുത്, ക്ഷമിക്കുക. ക്ഷമാപൂർവം വായടച്ചിരിക്കുക. കടി കൊള്ളും, എല്ലാം തേളും പാമ്പും തീയും ഒക്കെ കടിക്കുന്നുണ്ട്, പല്ലുറുമി സഹിക്കുക. അപ്പൊ കുറെ ക്ഷമിക്കുമ്പോ പടച്ചോനൊരു അലിവ് തോന്നും. ക്ഷമിച്ചല്ലോ ഈ കൂട്ടർ, അതുകൊണ്ട് നമ്മൾ ഇവരെ രക്ഷപ്പെടുത്താം. അപ്പൊ ഒരു മഴ തോന്നുന്നതാണ്. ഒരാൾ അഭിപ്രായം പറഞ്ഞു, എല്ലാവരും അതിനെ പിന്താങ്ങി. ശരിയാണ്, നമ്മൾ ഭൂമിയിൽ നിന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ അപകടമൊന്നും വരില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. എല്ലാവരും വായി അടച്ചു, ക്ലോസ് ചെയ്തു, എല്ലാം വായടച്ചു പിടിച്ചു. ഇനി ആരും മിണ്ടില്ല. വേദന കടിച്ചമർത്തി കൊല്ലങ്ങളോളം ഇരുന്നിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണവുമില്ല. അനുകൂലമോ പ്രതികൂലമോ ആയ പ്രതികരണമില്ല. അവിടെയാണ് ഒരാള് ക്ഷമിച്ച് അവസാനം അതാ വായങ്ങ് വിതുമ്പിപ്പോയി. വിതുമ്പി വായങ്ങ് പിളർത്തി. എന്നിട്ട് അയാള് പറഞ്ഞു, എടോ, ഇവിടെ നമ്മൾ ക്ഷമിച്ചാലും കണക്കാണ്, ആവനാദി പറഞ്ഞ് പൊറുതികേട് കാണിച്ചാലും കണക്കാ. അതൊക്കെ നോക്കേണ്ടടുത്ത് നോക്കേണ്ടിയിരുന്നു.
ദുന്യാവ് നോക്കേണ്ടിയിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ അതിനൊന്നും നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ തൊള്ളയെ തോന്നിയ പറഞ്ഞോ, അതെങ്കിലും ഒരു സുഖ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിച്ചു പോകാൻ തുടങ്ങും. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം വിളിച്ചു പറയുന്നത്, യഖ്സഊ ഫീഹാ യഖ്സഊ ഫീഹാ, അതില് എല്ലാ നിന്ദ്യതയും സഹിച്ച് നിങ്ങൾ ആ നരകത്തിൽ കൂടിക്കോ, നിങ്ങൾക്ക് രക്ഷയില്ലടോ, ഇനിയും അദാബ് ഏറ്റിത്തരേ ഉള്ളൂ. ലൻ നസീദകും ഇല്ലാ അദാബാ. സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടുതൽ സഹിക്കാൻ കഴിയാത്തത് ഇതാ. നിങ്ങൾക്ക് ഇനിയും അദാബ് കൂട്ടിയല്ലാതെ കുറച്ചു തരൂല. ഇവർക്ക് എങ്ങനെ താങ്ങാൻ കഴിയാ? ഇതാണ് നരകത്തിന്റെ ചിത്രം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഴിയോ ഇതിന്? കഴിയൂലെങ്കിൽ എന്റെ കൊച്ചനുജന്മാരോട് ഞാൻ പറയട്ടെ, ജ്യേഷ്ഠന്മാരോട് പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, പെങ്ങന്മാരോട് പറയട്ടെ, അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞത് സ്ത്രീ പുരുഷ സമത്വം എന്നത് അസ്ഥാനത്താണ്. ഖുർആനിന്റെ വെളിച്ചത്തിൽ എന്റെ കൂട്ടുകാരോട് ഞാനത് സമർപ്പിച്ചു. നിങ്ങൾ ഇത് പാലിക്കണം. സഹോദരിമാരെ, നിങ്ങൾ വേണ്ടാതെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടു നിങ്ങൾ നിസ്കാരക്കുപ്പായമിട്ട് പള്ളിയിൽ പോകണ്ട. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പോകാൻ നമ്മളോട് പറഞ്ഞില്ല. റസൂലുള്ളാഹി തങ്ങൾ പോകാൻ പറഞ്ഞില്ല. ഖുലഫാഉർ റാഷിദുകൾ ആരും പറഞ്ഞില്ല. പോയവരെ തല്ലി അവരത് നിർത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പെങ്ങന്മാര് പോകരുത്, ഉമ്മമാര് പോകരുത്. അതുപോലെ അമിതമായി നിങ്ങൾ റോട്ടിലിറങ്ങി വരസി നടക്കരുത്, കരുതണം. അതേ രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയട്ടെ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ ലൈംഗിക അരാജകത്വത്തിലേക്ക് അടുക്കരുത്, പേടിക്കണം. അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കണം. അള്ളാഹു നമ്മളെ അവന്റെ മുത്തഖീങ്ങളിൽ പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം പരിപാടി